കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ശക്തമായി ഈ കാലഘട്ടങ്ങളിൽ പ്രയോജനപ്പെടുന്നല്ലോ. എൻ്റെ ദാസനെ വീണ്ടും ഇന്ന് രാത്രി ഉപയോഗിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രാർത്ഥനയോടെ അയക്കുമ്പോൾ ശുശ്രൂഷിക്കായി എൻ്റെ ദാസനെ ക്ഷണിക്കുന്നു. നിറഞ്ഞ ദൈവ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ നമുക്ക് ഒരുമിച്ച് അടുത്ത് വരുവാൻ കർത്താവ് തന്ന ഈ കൃപയ്ക്കും അവസരത്തിനുമായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ബഹുമാന്യ കർത്തൃദാസൻ പ്രിയ സാങ്കുട്ടി പാസ്റ്റർ, മറ്റിവിടെയായിരിക്കുന്ന ശ്രേഷ്ഠരായ കർത്തൃദാസന്മാർ, ദൈവമക്കൾ, നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്കൊന്നിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം തന്ന കൃപയ്ക്കും അവസരത്തിനുമായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ദിവസങ്ങൾ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഉപവാസത്തോടൊക്കെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്തു ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. കർത്താവ് എല്ലാവരെയും അനുഭവിക്കുന്ന, ആത്മാവിൽ ബലപ്പെടുന്ന നിമിഷങ്ങളായി ഈ നിമിഷങ്ങൾ മാറട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ തിരുവെടുത്തുകളുടെ മുമ്പിലേക്ക് അടുത്ത് വരാം. ഞാൻ നിങ്ങളെ ഈ രാത്രിയിലെ ചിന്തയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നത് പുറപ്പാട് പുസ്തകത്തിലേക്കാണ്. അതിൻ്റെ 33-ാമത്തെ അധ്യായം 11 മുതൽ താഴേക്കുള്ള വാക്യങ്ങളാണ് നമ്മൾ ഒന്നിച്ച് വായിക്കാൻ താല്പര്യപ്പെടുന്നത്. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 11 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ. അടുത്തതൂടെ പതിനേഴൂടെ മതി. നമുക്ക് വളരെ സുപരിചിതമായ ഒരു തിരുവെടുത്താണ് ഈ രാത്രിയിലെ ചിന്തയ്ക്കായിട്ട് നമ്മൾ ഒരുമിച്ച് വായിച്ചിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 33-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ തന്നെ ഒട്ടനവധി ചിന്തകൾ നമ്മുടെ മനസ്സിനകത്തേക്ക് വന്നു കഴിഞ്ഞു. ഒത്തിരി പ്രസംഗങ്ങൾ, പ്രസംഗ വിഷയങ്ങൾ, ഒത്തിരി ചിന്തകൾ നമ്മുടെ മനസ്സിനകത്ത് ഓൾറെഡി വന്നു കാണും. ഞാൻ ഈ 33-ാമത്തെ അധ്യായം ഈ അടുത്ത കാലങ്ങളിൽ കർത്താവിൻ്റെ മനസ്സിൽ ഒത്തിരി എന്നോട് സംസാരിക്കുകയും എന്നോട് നിരന്തരം ഇടപെടുകയും ചെയ്ത ഒരു തിരുവെടുത്തായതുകൊണ്ടാണ് ഞാനത് ഈ നാളുകളിൽ ഒത്തിരി പ്രാർത്ഥിക്കുകയും അത് ജനത്തിന് കൈമാറുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പ്രിയരെ, നമ്മൾ തിരുവെടുത്തുകളിലേക്കൊന്ന് വന്നു കഴിഞ്ഞാൽ ഈ 33-ാമത്തെ അധ്യായത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ 32-ാമത്തെ അധ്യായം നമ്മളൊന്ന് നോക്കണം. ഈ 32-ാമത്തെ അധ്യായത്തിൻ്റെ പ്രത്യേകത, ജനം ദൈവത്തിൽ നിന്ന് വളരെയധികം മാറിപ്പോയ ഒരു അധ്യായമാണ് ഈ 32-ാമത്തെ അധ്യായം എന്ന് പറയുന്നത്. വളരെയധികം ദൈവ സാന്നിധ്യത്തിനകത്തു നിന്ന് ജനം മാറിപ്പോയി. കർത്താവിനെ അനുസരിക്കാതെ, ദൈവ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട്, ദൈവിക കൽപ്പനകളെ ലംഘിച്ചുകൊണ്ട് ജനം പാപം ചെയ്ത, തിന്മ ചെയ്ത ഒരധ്യായമാണ് 32-ാമത്തെ അധ്യായം. മറ്റൊന്നിനെയും ആരാധിക്കരുത്, മറ്റൊരു വിഗ്രഹത്തെയും സേവിക്കരുത്, മറ്റൊന്നിനെയും നിർമ്മിക്കരുതെന്ന് പറഞ്ഞ ദൈവകൽപ്പന ഏറ്റവും പരസ്യമായിട്ട് തന്നെ അവർ ലംഘിക്കപ്പെടുക. പോരെങ്കിൽ അവർ ഒരു കാര്യം കൂടെ പറഞ്ഞു, മിസ്രയീമിൽ നിന്ന് പുറപ്പെടേണ്ടതിന് ഞങ്ങളെ പുറപ്പെടുവിച്ച ദൈവത്തെ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ദൈവലംഘനത്തിന് വിരോധമായി അവർ മറന്നുപോയി ചെങ്കടലിൻ്റെ അനുഭവം, അവർ മറന്നുപോയി മന്നയുടെ അനുഭവം, അവർ മറന്നുപോയി മേഘസ്തംഭത്തിൻ്റെ അനുഭവം, അവർ മറന്നുപോയി അഗ്നിസ്തംഭത്തിൻ്റെ അനുഭവം. ഏറ്റവും രസകരമായ കാര്യം, ദൈവം വെച്ച് കൊടുത്ത മേഘസ്തംഭത്തിൻ്റെ താഴെ നിന്നാണ് എന്തിനെ ഉണ്ടാക്കുന്നത്? കാളക്കുട്ടയെ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ അന്നേരം മുകളിൽ എന്തുണ്ട്? ഒറ്റ നിമിഷം ദൈവം ആ ഒരു ദിവസം മാറ്റി വെച്ചാൽ പിന്നെ അവരെ മരുഭൂമി സർവൈവ് ചെയ്യത്തില്ല. പക്ഷേ ദൈവം ഒരുക്കി കൊടുത്ത മേഘസ്തംഭത്തിൻ്റെ തൊട്ട് താഴെ ഇരുന്നാണ് എന്ത് നടത്തുന്നത്? മറുതലിപ്പ് നടത്തുന്നത്. ഇതൊക്കെ പലപ്പോഴും ലൈഫിനകത്ത് വലിയൊരു റിയാലിറ്റിയാണ്. നമ്മളൊക്കെ ദൈവത്തോട് വിരോധമായി മത്സരിക്കുമ്പോഴും ദൈവം ഒരുക്കി തന്ന ദൈവിക ഷെൽട്ടറിനകത്ത് നിന്നാണ് നമ്മളിതൊക്കെ കാണിക്കുന്നത്.
രാത്രിയിൽ അഗ്നിസ്തംഭം, പകൽ മേഘസ്തംഭം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ വലയമാണ്. അതിൻ്റെ താഴെ നിന്ന് ജനം ദൈവത്തോട് മത്സരിക്കുക. ദൈവത്തിൻ്റെ സ്വഭാവമാണ് ഞാൻ ആ ഭാഗത്ത് മനസ്സിലാക്കിയത്. എൻ്റെ കർത്താവ് നമ്മളെപ്പോലല്ല. നമ്മുടെ സ്വഭാവം നമ്മുടെ ദൈവത്തിനുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആരും ഇവിടെ ഇരിക്കത്തില്ല. കാരണം നമ്മൾ പിണങ്ങിയാൽ നമ്മൾ പലതും വെട്ടുന്നവരാണ്. നമ്മൾ പിണങ്ങിയാൽ നമ്മൾ പലതും വിഡ്രോ ചെയ്യുന്നവരാണ്. നമ്മൾ പിണങ്ങിയാൽ നമ്മൾ ഉഴപ്പുന്നവരാണ്. ഇതൊക്കെ മനുഷ്യൻ നേച്ചറാണ്. പക്ഷേ ഈ നേച്ചർ എൻ്റെ കർത്താവിനുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് രാത്രി ആരാധിക്കാൻ ഇതിനകത്തിരിക്കത്തില്ല. എന്നാൽ ദൈവം എത്രയോ പ്രാവശ്യം കർത്താവിൻ്റെ കൃപയുടെ കരം നമുക്ക് നേരെ നീട്ടിയത് കൊണ്ട് അതിൻ്റെ താഴെ നിന്നും മറുതലിച്ചിട്ടും അതിൻ്റെ താഴെ നിന്നും മറിച്ചിലിട്ടും തൻ്റെ സ്വഭാവം മാറ്റാൻ കഴിയാത്ത ദൈവം അന്നേരവും കൃപയുടെ കരം കാണിച്ചത് കൊണ്ടാണ് നമ്മളൊക്കെ സർവൈവ് ചെയ്യുന്നത്. ചെങ്കടലിൻ്റെ അനുഭവങ്ങളൊക്കെ പറയാനുണ്ട്, ചെങ്കടലിൻ്റെ അത്ഭുതങ്ങളൊക്കെ പറയാനുണ്ട്. പക്ഷേ ഇവിടെ അതിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് പറയുക, ഈ കാളക്കുട്ടിയാണ് ഞങ്ങളെ എന്ത് ചെയ്ത് പുറപ്പെടുവിച്ചത്. മോശ ഇറങ്ങി വരുമ്പോൾ കണ്ട കാഴ്ച അതാണ്. ഇവർ കാളക്കെട്ടിയുടെ മുമ്പിൽ വെച്ച് അസാധാരണമായ അനുഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ഓർക്കുന്നു, അവർ ഈ ചെങ്കടൽ കടന്നപ്പം അവരാരാധിച്ചൊരു രീതിയെപ്പറ്റിയൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഇത്ര ആർത്തനാദത്തോടെ ജനം എന്തു ചെയ്യുക, എന്നാ പ്രതികരണം. പക്ഷേ എന്താണ് ആ കാളക്കുട്ടിയുടെ മുമ്പിൽ നിന്ന്? ഇതിന് മറ്റൊരു തലം കൂടെ ഉണ്ട്. അവർക്കറിയാം അവരുടെ ദൈവം പ്രതികരിക്കുന്ന ദൈവമാണ്, അവരുടെ ദൈവം പറയുന്ന ദൈവമാണ്. അവരുടെ ദൈവത്തിൻ്റെ പ്രത്യേകത ജനം അനുസരിക്കണമെന്നത് ദൈവത്തിൻ്റെ നിയമമാണ്. പക്ഷെ കാളക്കുട്ടി ജനം എന്ത് പറയുന്നോ അതാ കാളക്കുട്ടിയുടെ നിയമം. ഇവിടെ ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കും, മറ്റൊരിടത്തിരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കും, ചലിക്കരുതെന്ന് പറഞ്ഞാൽ ചലിക്കത്തില്ല. പക്ഷേ ഇസ്രായേലിൻ്റെ ദൈവം അങ്ങനത്തെ ദൈവം അല്ല. പ്രത്യേകിച്ച് മോശ കയറിപ്പോയി തിരിച്ചിറങ്ങി വരുന്നത് നിയമത്തിൻ്റെ ആ വലിയൊരു പലകയുമായി, നിയമത്തിൻ്റെ വലിയ ഒരു എഴുത്തുമായിട്ടാണെന്ന് ഈ ജനത്തിനറിയാം. അവർ പറഞ്ഞ് അങ്ങനെയെങ്കിൽ നിയമം പറയുന്ന ദൈവം ഞങ്ങൾക്ക് വേണ്ട, നിയമം പറയാത്ത കാളക്കുട്ടിയെ മതി. അപ്പം പലപ്പോഴും ഈ ദൈവ സാന്നിധ്യത്തിനകത്തുനിന്ന് നമ്മൾ അതിനെ ഏറ്റവും വില കുറച്ച് കാണുന്ന കാര്യം ദൈവീക നിയമത്തിനകത്ത് നിൽക്കുന്ന കേസ് വരുമ്പോഴാണ് നമുക്ക് താല്പര്യമില്ലാതായി വരുന്നത്. ദൈവ നിയമത്തിനകത്തും ദൈവ ഇഷ്ടത്തിനകത്തും ദൈവ ഹൃദയത്തെ നമ്മൾ തിരിച്ചറിയേണ്ടത് വരുമ്പം നമ്മൾ പറയും, ഇനി അതെനിക്ക് വേണ്ട, അതില്ലാത്തൊരു ദൈവ വ്യവസ്ഥിതി എനിക്കിഷ്ടമാണ്. ഈ ജനത്തിനും അത് തന്നെ പറ്റിയത്. അവർ പറഞ്ഞു, വേണ്ട, ഞങ്ങൾക്ക് അങ്ങനൊരു ദൈവത്തെ വേണ്ട. ഇതാണ് 32 ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. എന്നാൽ ഈ മോശ ഇറങ്ങി വന്ന് അവൻ അതിദേഷ്യത്തോടെ അവൻ ആ കൽപ്പലക എറിഞ്ഞ് തകർക്കുന്നു. ഈ വിഗ്രഹത്തെ തന്നെ അവൻ അതിനെ അടിച്ചു പൊടിച്ച് ചാരമാക്കി ഈ ജനത്തെ കൊണ്ട് തന്നെ അതിനെ കുടിപ്പിക്കുന്നു. യഹോവയുടെ പക്ഷത്തുള്ളവനെ മാറ്റി നിർത്തുന്നു. ഇതാണ് 32ാമത്തെ സംഭവം. നിങ്ങളൊന്ന് ചിന്തിച്ചേ, നിങ്ങളുടെ വീട്ടിൽ, നമ്മുടെയൊക്കെ വീട്ടിൽ ഇങ്ങനൊരു സംഭവം, നമ്മൾ അല്ലെങ്കിൽ ഒരപ്പനായിരിക്കുന്നു, അമ്മയായിരിക്കുന്നു, പക്ഷെ നമ്മുടെ മക്കൾ നമ്മൾ ആ വീട്ടിലുള്ളപ്പോൾ തന്നെ മറ്റൊരപ്പനെ ആ വീട്ടിനകത്തേക്ക് കയറ്റി ഇന്ന് മുതൽ ഇതാണെൻ്റെ അപ്പനെന്ന് പറഞ്ഞാൽ, ഇന്ന് മുതൽ ഇതാണെൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ യഥാർത്ഥ അമ്മ അവിടെ ഉണ്ട്, യഥാർത്ഥ അപ്പൻ അവിടെ ഉണ്ട്. ഇവരുടെ മുമ്പിൽ വെച്ച് ഈ മക്കൾ വിളിച്ചിട്ട് പറയുകയാണ്, ഇന്ന് മുതൽ ഇതാണെൻ്റെ അപ്പൻ, ഇന്ന് മുതൽ ഇതാണെൻ്റെ അമ്മ. നമ്മളെങ്ങനെ പ്രതികരിക്കും? നമ്മൾ അധ്വാനിച്ച വീടാണ് അതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അധ്വാനിച്ച, അല്ലെങ്കിൽ നമ്മൾ വാടക കൊടുക്കുന്ന വീടാണെങ്കിൽ, നമ്മുടെ പേരിൽ എഴുതപ്പെട്ട വീടാണെങ്കിൽ നമ്മൾ അന്നേരം പറയും, നിൻ്റെ അപ്പൻ കളി പുറത്ത് മതി. എവിടെ മതി? നീ ഇയാളുമായിട്ട് അപ്പൻ കളിക്കുന്നത് എവിടെ മതി? പുറത്ത് മതി. ഈ വീട്ടിനകത്ത് വേണ്ട. കാരണം ഈ വീട് ഞാൻ എന്ത് ചെയ്തതാ? ഇത് ഞാൻ വാങ്ങിച്ച വീടാ, ഇത് ഞാൻ അധ്വാനിച്ച വീടാ, ഇത് എൻ്റെ പേരിൽ എഴുതപ്പെട്ട വീടാ. നിൻ്റെ അപ്പൻ മക്കൾ കളി മറ്റൊരിടത്ത് മതി. അന്നേരം ഇറക്കി വിടും. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം അവനോട് പ്രോമിസ് ചെയ്തെങ്കിൽ അന്നുകൊണ്ട് അത് കട്ട് ചെയ്ത് കളയും, അന്നുകൊണ്ട് പലതും തീരും. കാരണം അവൻ അപ്പൻ്റെ ആ തലയെ അപമാനിച്ചു കൊണ്ടുള്ള ജീവിതം അവിടെ തുടങ്ങിയത്. പക്ഷേ ദൈവത്തിൻ്റെ പ്രത്യേകത, ഞാൻ ആ 32ാമത്തെ അധ്യായത്തിൻ്റെ അവസാനം വന്നപ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ നടുങ്ങിപ്പോയി. കാരണം യഹോവ മോശയോട് പറയുന്നൊരു പദമുണ്ട്, ഈ പാപം ചെയ്തവനെ പറ്റി പറയുന്നുണ്ട്. എന്നോട് പാപം ചെയ്തവൻ്റെ പേർ, 33ാമത്തെ വാക്യം, ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. എന്നിട്ട് പറയുന്നു, ആകയാൽ ഞാൻ നിന്നോട് അരുളി ചെയ്ത ദേശത്തേക്ക് ജനത്തെ കൂട്ടിക്കൊണ്ടു പോകുക, എൻ്റെ ദൂതൻ നിൻ്റെ മുമ്പിൽ നടക്കും, എന്നാൽ എൻ്റെ സന്ദർശന ദിവസത്തിൽ ഞാൻ അവരുടെ പാപം അവരുടെ മേൽ സന്ദർശിക്കുമെന്ന്. നിങ്ങൾ ശ്രദ്ധിച്ച്, എന്നിട്ടും ദൈവം പറയുന്ന ഒരു പദം കേട്ടോ, നീ ജനത്തെയും കൊണ്ട് എവിടെ പൊക്കോളാൻ? നിങ്ങൾ ആ ദേശത്തേക്ക് പൊക്കോ, ഞാൻ എൻ്റെ ദൂതനെ എന്തു ചെയ്യും?
ഞാൻ ഈ പറഞ്ഞതുപോലെ അപ്പനുള്ള വീട്ടിനകത്ത് അപ്പന് പകരം മറ്റൊരപ്പനെ കൊണ്ടുവന്നിട്ട് ഇന്ന് തൊട്ട് ഇതാണ് എൻ്റെ അപ്പനെന്ന് പറഞ്ഞാൽ ഈ അപ്പൻ പറയുമോ, നീ എവിടൊക്കെ പോകണോ അവിടൊക്കെ പൊക്കോ, ഞാൻ എൻ്റെ ഡ്രൈവറേയും കൂടെ നിൻ്റെ കൂട്ടത്തിൽ തരാൻ പറയുമോ? ഇല്ല. എൻ്റെ വണ്ടി വാതിൽക്ക് കിടപ്പുണ്ട്, നീ ആ വണ്ടിയെ കയറി എന്ത് ചെയ്തോ, ഇഷ്ടമുള്ളിടത്ത് പൊക്കോ, ഞാൻ എൻ്റെ ഡ്രൈവറേയും കൂടെ. ഒറ്റപ്പനും പറയത്തില്ല, ഈ ഭൂമിയിൽ ഒറ്റപ്പനും പറയത്തില്ല. പക്ഷെ തമ്പുരാൻ പറയുന്ന പദം കേട്ടോ, നിന്നോട് ഞാൻ പറഞ്ഞ ആ സ്ഥലത്ത് തന്നെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകും, പക്ഷേ എൻ്റെ ദൂതനെയും കൂടെ ഞാൻ നിൻ്റെ കൂടെ അയക്കും, എൻ്റെ ദൂതനെയും കൂടെ അയക്കും. ഇനിയും 33 തുടങ്ങുന്ന അതിൻ്റെ കുറേയും കൂടെ ക്ലാരിഫിക്കേഷൻ പറഞ്ഞിട്ട് ദൈവം പിന്നെയും മോശയോട് പറയുക, അനന്തരം യഹോവ മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നീയും മിസ്രയീം ദേശത്ത് നിന്നെ കൊണ്ടുവന്ന ജനവും ഇവിടെ നിന്ന് പുറപ്പെട്ട് നിൻ്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് ഞാൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശം. ദൈവം ഒന്നുകൂടെ ക്ലാരിറ്റി വരുത്തുക. ഞാൻ നിങ്ങളെ ഇത്രയും മറുതലിച്ചു, ഇത്രയും ദൈവത്തെ വിട്ട് മാറി, ദൈവത്തിൻ്റെ ആ രാജ്യത്വത്തെ ചോദ്യം ചെയ്തു, ദൈവത്തിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്തു. എന്നിട്ടും ദൈവം പറയുക, ഞാൻ നിങ്ങളെ വിടുന്നത് എങ്ങോട്ടാ? നമ്മളാണെങ്കിൽ പറയും, എന്നാൽ പിന്നെ അവൻ അത്ര നല്ല രാജ്യത്ത് പോയി എന്ത് ചെയ്യണ്ട? കാരണം ഏത് പറഞ്ഞ ദൈവം വിളിച്ചുകൊണ്ട് വന്നത്? ഞാൻ നിങ്ങളെ പാലും തേനും ഒഴുകുന്ന. എന്നാൽ ദൈവം പറയാം, അത്ര അങ്ങ് സൂഹിക്കണ്ട, അല്ലെങ്കിൽ അത്ര നല്ല ദേശത്തെ. ഞാൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും ഇല്ലയോ പറഞ്ഞത്, നിങ്ങൾ തെറ്റിച്ചേരും, നീ അത്രയ്ക്ക് പോയി എന്ത് ചെയ്യണ്ട, അങ്ങ് സൂഹിക്കണ്ട എന്ന് പറയും. പക്ഷേ ദൈവം പറയുന്നൊരു പദമുണ്ട്, നിൻ്റെ പിതാവായ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും അരുളി ചെയ്ത ആ ദേശത്തേക്ക് തന്നെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകും എന്ന് പറയാം. ദൈവം പറയുന്നത്, എനിക്കെൻ്റെ സ്വഭാവം മാറ്റാൻ പറ്റത്തില്ല, നിങ്ങൾ പിന്മാറി, അത് നിങ്ങളുടെ സ്വഭാവമാണ്. പക്ഷേ ദൈവം പറഞ്ഞു, എനിക്കെൻ്റെ ആട്രിബ്യൂട്ടുണ്ട്, എനിക്കെൻ്റെ സ്വഭാവമുണ്ട്, എനിക്കത് മാറ്റാൻ കഴിയത്തില്ല. ഞാൻ ആ ദേശത്തേക്ക് തന്നെ നിങ്ങളെ കൊണ്ടുപോകും. അടുത്ത പദം, ആ ദേശത്തിൻ്റെ പ്രത്യേകത എന്താ? പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് തന്നെ. ദൈവം പറഞ്ഞോ, ആ പാലും തേനും ഒഴുകുന്ന ദേശത്തിൻ്റെ അനുഭവം ഞാനങ്ങ് വെട്ടുക. കാരണം ദൈവം പറഞ്ഞ അനുഭവം വെട്ടത്തില്ലേ? മഴയുള്ളതിനെ ഒറ്റ നിമിഷം കൊണ്ട് വരണ്ട് കളയാൻ അധികാരമുള്ളവനാണ് നമ്മുടെ ദൈവം. ആകാശത്തിൻ്റെ വാതിലുകൾ നിർത്തിയപ്പം ഇസ്രായേൽ മുഴുവൻ വരൾച്ച വരുത്തിയതയ്യാ. പോരെങ്കിൽ ഈ മഹാസമുദ്രത്തെ ഒറ്റ രാത്രി കൊണ്ട് ഉണക്കാൻ അധികാരമുള്ളവൻ ഇവരുടെ കണ്ണിന് മുമ്പിൽ കണ്ടതാ. അങ്ങനെയെങ്കിൽ പാലും തേനും ഒഴുകുന്ന ദേശം ഒറ്റ നിമിഷം കൊണ്ട് വരണ്ട ഭൂമിയാക്കാൻ പറ്റുമോ? പറ്റും. ദൈവത്തിന് കഴിയും വരണ്ട ഭൂമിയാക്കും. പക്ഷെ അന്നേരം ദൈവം പറയാം, നോ, നിങ്ങളത് ചെയ്തത് കൊണ്ട് ഞാൻ ആ ഭൂമി എന്താക്കത്തില്ല, ഞാൻ ആ പറഞ്ഞ അതേ അനുഭവം നിങ്ങൾക്ക് ആ ദേശത്ത് തരും. പാലും തേനും ഒഴുകുന്ന ദേശം തന്നെ ഞാൻ നിങ്ങൾക്ക് തരും. എൻ്റെ ദൈവത്തിൻ്റെ സ്വഭാവം കണ്ടില്ലേ? അവിടെ കൊണ്ട് തീർന്നില്ല. എന്നിട്ട് പറയുക, ഞാനൊരു ദൂതനെ നിനക്ക് മുമ്പായി അയക്കും. കനാന്യർ, അമോന്യർ, ഹിത്യർ, പെരിസ്യർ, ഹിവ്യൻ, എബൂസ്യർ എന്നിവരെ ഞാൻ ഓടിച്ചു കളയും. നിങ്ങൾ ശ്രദ്ധിച്ചേ, അവരുടെ ഏറ്റവും വലിയ അവിടുത്തെ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അവിടെ മറ്റൊരു ജനതയുണ്ട്. ദൈവം പറയുന്നു, നിങ്ങൾ അതിനും പേടിക്കേണ്ട, ഞാൻ അവരെ എന്ത് ചെയ്യും? ഇത് പറഞ്ഞ് അവിടെ നിന്ന് ഇറക്കി വിട്ടത്. നിങ്ങളെ ആ ദേശത്ത് കൊണ്ടുപോകും, പാലും തേനും ഒഴുകും ദേശത്ത് തരും, നിങ്ങളുടെ പിതാക്കന്മാരോട് അരുളിച്ചേര് ദേശം തരും, അവിടെയുള്ള ജാതികളെ ഞാൻ നിഗ്രഹിക്കും. ഇപ്പോഴും ദൈവം പറയുന്നു, ഞാൻ എന്ത് ചെയ്യും? ഈ പറഞ്ഞ കാര്യം തന്നെ ചെയ്യും. പക്ഷേ ഒറ്റ കുഴപ്പം ഇതിനകത്തുള്ളൂ, ദൈവം ദേശം തരും, ദേശത്ത് നിങ്ങളെ സുരക്ഷിതമായി കൊണ്ടുവരും, ദേശത്തിൻ്റെ നന്മ നിങ്ങൾക്ക് തരും, ദേശത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് തരും, ദേശത്തിൻ്റെ സംരക്ഷണം നിങ്ങൾക്ക് തരും. ഒറ്റ കാര്യം, ദൈവം മാത്രം, ഞാൻ മാത്രം ആ ദേശത്തില്ല, എൻ്റെ ദൂതൻ ആ ദേശത്തുണ്ട്. നമ്മളാണേ പറയും, ദൂതനെങ്കിൽ എന്തായാലും ഈ പറഞ്ഞ നന്മ ഇതൊക്കെ അല്ലായിരുന്നു എൻ്റെ വാഗ്ദത്തം. എന്താ? പാലും തേനും ഒഴുകുന്ന ദേശമുണ്ടല്ലോ, ആ ദേശത്ത് എനിക്ക് സുരക്ഷിതത്വം ഉണ്ടല്ലോ, അവിടെ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വരത്തില്ലല്ലോ, അവിടെ എനിക്ക് കാവൽ ലഭിക്കുമല്ലോ, ശത്രു എന്നെ കയറി വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കാതെ അവിടെ എനിക്ക് കരുതലും കാവലും ലഭിക്കുമല്ലോ. എന്നാൽ പിന്നെ ദൈവം ഇല്ലേലും കുഴപ്പമില്ല, ദൂതനാണേലും ആരും ഇല്ലാതിരിക്കുന്നില്ല, ആരെങ്കിലും ഒരാളെ ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? വിടുന്നുണ്ട്. പക്ഷേ മോശയ്ക്ക് അപകടം മനസ്സിലായി, ജനത്തിന് പിടികിട്ടി. ജനം അടുത്ത ഭാഗത്ത് പറയുന്നുണ്ട്. പക്ഷെ മോശയ്ക്ക് ഒരു പടിയും കൂടെ അപകടം കിട്ടി. മോശ മനസ്സിലാക്കിയ ഒരു തലമുണ്ട്. മോശ പറയുന്നത്, എനിക്ക് കനാനല്ല വിഷയം, എനിക്ക് കനാനി കിട്ടുന്ന പാലും തേനുമല്ല വിഷയം, എനിക്ക് കനാനി കിട്ടുന്ന ജാതികളെ ഓടിച്ചു കളയുന്നതുമല്ല വിഷയം. മോശയ്ക്ക് മനസ്സിലായി, ദൈവം ഇല്ലാത്ത കനാൻ നരകവാ, ദൈവം ഇല്ലാത്ത കനാൻ നരകവാ, ദൈവം ഇല്ലാത്ത പാലും തേനും ഒഴുകുന്ന ദേശം നാശത്തിന് തുല്യമാണ്. മോശ പറഞ്ഞു, എനിക്ക് വരണ്ട ഭൂമി കൊണ്ടുപോയാലും അവിടെ അങ്ങുണ്ടെങ്കിൽ വരണ്ട ദേശത്തുനിന്ന് നീരുറവകൾ പൊട്ടി പുറപ്പെടുന്നത് പോലെ, വരണ്ട ദേശത്തുനിന്ന് നീരുറവകൾ പൊട്ടി പുറപ്പെടുന്നത് പോലെ വരണ്ട ദേശത്തെയും അനുഗ്രഹിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. മോശ പറഞ്ഞു, എനിക്ക് കനാൻ നാടല്ല വേണ്ടത്, എനിക്ക് കനാൻ നാട്ടിലെ പാലും തേനുമല്ല വേണ്ടത്, എനിക്ക് കനാൻ നാട്ടിലെ സൗകര്യങ്ങളല്ല വേണ്ടത്, എനിക്ക് വേണ്ടത് അങ്ങയാ, എനിക്ക് വേണ്ടത് അങ്ങയാ,
എനിക്ക് വേണ്ടത് തിരു സാന്നിധ്യമാ. എനിക്ക് വേണ്ടത് അങ്ങയുടെ പ്രസൻസാ. എന്നാ ഇന്ന് രാത്രി നമുക്ക് വേണ്ടേ? നമുക്ക് ഇന്ന് രാത്രി എന്താ വേണ്ടേ? നമുക്ക് വേണ്ടത് നന്മ മാത്രമാണോ? കർത്താവ് നന്മ തരുമല്ലോ. നമുക്ക് വേണ്ടത് സുരക്ഷിതത്വം മാത്രമാണോ? സുരക്ഷിതത്വം ദൈവം തരുമല്ലോ. നമുക്ക് വേണ്ടത് ദേശത്തിൻ്റെ നന്മയാണോ? ദൈവം തരുമല്ലോ. നമ്മുടെ വാഗ്ദത്തങ്ങൾക്കകത്തൊക്കെ നമ്മൾ കേട്ട ഒത്തിരി ഉണ്ടല്ലോ. ദേശത്തിൻ്റെ തരുമല്ലോ ദൈവം. നമുക്ക് മാത്രമല്ലല്ലോ, എല്ലാവർക്കും കൊടുക്കുമല്ലോ ദൈവം. പക്ഷെ ദേശത്തിൻ്റെ നന്മ മാത്രം മതിയോ? ദേശം മാത്രം മതിയോ? ദേശത്തിനകത്തെ കരുതൽ മാത്രം മതിയോ? ദേശത്തിനകത്തെ സുരക്ഷിതത്വം മാത്രം മതിയോ? ദൈവം ഇല്ലാത്ത ദേശത്തിൻ്റെ നന്മ നരകമാണ്. ദൈവം ഇല്ലാത്ത ദേശം ശാപഗ്രസ്തമാണ്. പക്ഷേ ഏറ്റവും കഠിനമായ പശ്ചാത്തലത്തിലാണെങ്കിലും അവിടെ നിങ്ങളോടൊപ്പം ദൈവമുണ്ടേ. അവിടെ നിങ്ങളോടൊപ്പം ദൈവമുണ്ടേ. നിങ്ങളുടെ ഏത് സാഹചര്യങ്ങളുടെ നടുവിൽ നിങ്ങൾ താണ്ടിക്കിടക്കും എന്ന് പറഞ്ഞ ഒറ്റയ്ക്ക് നിങ്ങളൊരു ദേശത്ത് പോയി നിന്നിട്ട് ആ ദേശത്ത് നിങ്ങളോടൊപ്പം ദൈവമുണ്ടേ. നിങ്ങൾ ആ ദേശത്ത് ദൈവത്തിൻ്റെ നന്മ കാണും. നിങ്ങൾ ആ ദേശത്തിൻ്റെ ദൈവത്തിൻ്റെ നന്മ കാണും. ഇവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളുടെ പിതാവായ ഇസഹാക്കെ ക്ഷാമകാലത്ത് അവനോട് ഒറ്റയ്ക്കൊരു ദേശത്തിനകത്ത് ഞാൻ നിർത്തിയിട്ട് മറ്റാരും ചെയ്യാത്ത ചങ്കൂറ്റം കാണിക്കാൻ പറഞ്ഞു. മറ്റാരും ചെയ്യാത്ത ചങ്കൂറ്റം അവൻ കാണിച്ചു. എന്താ ചങ്കൂറ്റം? ആ വല്ലാത്ത കാലഘട്ടത്തിനകത്ത്, ആ ഇരുട്ടിൻ്റെ കാലഘട്ടത്തിനകത്ത്, വരണ്ട കാലഘട്ടത്തിനകത്ത് അവൻ വിതച്ചപ്പം ആ ദേശത്ത് 100 മേനി കൊടുക്കാൻ കഴിഞ്ഞ അപ്പനാ ഞാൻ എന്ന് പറഞ്ഞാൽ വരണ്ട ദേശമാണേലും കുഴപ്പമില്ല. ദൈവം ഉണ്ട്. വരണ്ട ദേശത്തിനകത്ത് 100 മേനി എന്നാൽ 100 മേനി ഉള്ള ദേശത്ത് ദൈവമില്ലെങ്കിൽ ആ 100 മേനി വെറുതെയാ. വരണ്ട ദേശത്ത് ദൈവമുണ്ടെങ്കിൽ ആ ദേശത്ത് 100 മേനി ലഭിക്കും. 100 മേനി ഉള്ളിടത്ത് ദൈവമില്ലെങ്കിൽ ആ 100 മേനി വലുതാ. ഇന്ന് രാത്രി നമ്മുടെ ചോയ്സാ. നമുക്കെന്തു വേണം? 100 മേനി വേണോ അതോ ദൈവം വേണോ? ദേശത്തിൻ്റെ നന്മ വേണോ അതോ ദൈവം വേണോ? പാലും തേനും വേണോ അതോ ദൈവം വേണോ? എനിക്ക് തിരു സാന്നിധ്യം എൻ്റെ കൂടെ വരണമോ അതോ എനിക്ക് ദേശത്തിൻ്റെ മിയറായിട്ടുള്ള അനുഭവങ്ങൾ മാത്രം മതിയോ? നിങ്ങൾ കൊതിക്കുന്നത് ദൈവ സാന്നിധ്യമാണെങ്കിൽ അത് ഇന്നും നാളെയും കൊണ്ട് തീരുന്നതല്ല. അത് ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും കൊണ്ട് തീരുന്നതല്ല. നിങ്ങളുടെ ജീവിത അവസാനം മുഴുവൻ നിങ്ങളുടെ കൂടെ ചലിക്കുന്ന ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ഇന്ന് രാത്രി അങ്ങനെ ഒരു കൊതി നമ്മുടെ അകത്ത് വരട്ടെ. അങ്ങനൊരു കൊതി നമ്മുടെ അകത്ത് വരട്ടെ. എനിക്ക് മറ്റെല്ലാത്തിനേക്കാളും ഇന്ന് രാത്രി ആവശ്യം തിരു സാന്നിധ്യം. ദൈവമില്ലാത്ത പച്ചപ്പ് വെറുതെയാ. ഈ പച്ചപ്പാണ് ആര് കണ്ടത്? അബ്രഹാമിൻ്റെ കൂടെ ഇറങ്ങിയവൻ കണ്ടേ. ഒരുമിച്ച് പോയ കൂട്ടവാ. ദൈവം പറഞ്ഞ വാഗ്ദത്തം അവൻ്റെ അകത്ത് കിടപ്പുണ്ട്. പക്ഷേ ഈ ലോത്ത് കൂടെ നടന്നവൻ കണ്ടത് പച്ചപ്പ് കണ്ടപ്പോൾ അവൻ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് പെതുക്കെ എന്ത് ചെയ്യാം? കാരണം എനിക്കൊരു ബെസ്റ്റ് സ്ഥലം എൻ്റെ ദൈവം എന്നെ എന്ത് ചെയ്തു? അവനും അങ്ങനെ തന്നെ ആയിരിക്കും പറഞ്ഞത്. എൻ്റെ ദൈവം എന്നെ ഒരു രാത്രി ഞാൻ എഴുന്നേറ്റപ്പം, ഞാൻ തല ഉയർത്തി നോക്കിയപ്പം ദൈവം എനിക്ക് തന്നൊരു ബെസ്റ്റ് സ്ഥലമുണ്ട്. ഞാൻ ആ സ്ഥലം എടുക്കാൻ പോവാ. അവൻ പറഞ്ഞതല്ലേ, എന്തായാലും തല ഉയർത്തി കണ്ടെന്നൊക്കെ പറഞ്ഞതല്ലേ. അബ്രഹാം പറഞ്ഞു, മോനെ നീ എന്ത് ചെയ്തു? വാഗ്ദത്തമുള്ളവൻ ആ ദേശത്ത് പോയി പാർക്കാൻ അവന് തോന്നിയില്ല. കാരണം അവനറിയാം ഓരോ സ്ഥലത്തും. ഇസ്രായേലിനോട് നോക്കിക്കേ, എവിടെ കൂടാരം പൊക്കണമെന്നുള്ളത് ദൈവം പറയുന്നേ. കറക്റ്റ് ദൈവത്തിൻ്റെ ചാനലിംഗ് ഉണ്ട് ലൈഫിനകത്ത്. നമ്മുടെ ലൈഫ് എവിടെ കൂടാരം അടിക്കണമെന്നും എപ്പം കൂടാരം പൊളിക്കണമെന്നും ദൈവം പറയും. എവിടെ തുടങ്ങണമെന്നും എവിടെ അവസാനിപ്പിക്കണമെന്നും ദൈവം പറയും. ചില ശൂന്യതകൾക്കകത്ത് വിതയ്ക്കണമെന്നത് ദൈവം പറഞ്ഞോളും. ചില വിത അനുഗ്രഹമായിരിക്കും. ഇസ്രായേലിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒന്നുമില്ല, പക്ഷേ നിങ്ങൾ വിശ്വാസത്തോടെ, കാറ്റ് കാണത്തില്ല, മഴയൊന്നും കാണണ്ട, നിങ്ങൾ വിശ്വാസത്തോടെ കുഴി അങ്ങ് വെട്ടിയാൽ മതി. ഞാൻ പറഞ്ഞു, തുടക്കം കുറിക്കുന്നതും ദൈവമാ, അവസാനിപ്പിക്കുന്നതും ദൈവമാണ്. ലൈഫിനകത്ത് ഈ ഒരൊറ്റ തീരുമാനം അങ്ങ് ചിന്തിച്ചാൽ മതി. ദൈവമാണ് തുടക്കം കുറിക്കുന്നതെങ്കിൽ, ദൈവമാണ് ആരംഭം കുറിക്കുന്നതെങ്കിൽ, ദൈവത്തിൻ്റെ തുടക്കത്തിനാണ് ഞാൻ നിന്ന് കൊടുക്കുന്നെങ്കിൽ മറ്റൊന്നിലും ഞാൻ ആകുലപ്പെടേണ്ട കാര്യമില്ല. ലോത്ത് കണ്ടുപോയി. പക്ഷേ സംഭവിച്ചതെന്താ? അവസാനം ലേഖനത്തിനകത്ത് വന്നപ്പം പറഞ്ഞു, അവൻ സോതോമിൽ പോയി. അതിൻ്റെ വാതുക്കൽ, നമ്മൾ ഉൽപ്പത്തി പുസ്തകമൊക്കെ നോക്കിയാൽ മതി, അതിൻ്റെ വാതുക്കൽ ചാരുകേശ്വരയാണോന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അതിൻ്റെ പട്ടണ വാതുക്കൽ ഈ പുള്ളി എന്ത് ചെയ്യുന്നുണ്ട്? ഇരിക്കുന്നുണ്ട്. പക്ഷേ ഭാവനെ നമുക്കങ്ങനെ കണ്ടൊക്കെ ഈ മനുഷ്യൻ്റെ ചാരുകസരയൊക്കെ ഇരുന്ന് അത് പട്ടണ വാതുക്കലിരുന്ന് രാജകീയമായിട്ട് കാലുമേൽ കാലൊക്കെ വെച്ച് അവിടെ ഏറ്റവും മനോഹരമായിട്ട് ആ പട്ടണ വാതുക്കൽ എന്ത് ചെയ്യുക? ഇരിക്കുക. ദേശം വന്ന് അവൻ്റെ മുമ്പിൽ ന്യായം പറയുന്നു, വാദം പറയുന്നു, കാര്യങ്ങൾ പറയുന്നു. പട്ടണത്തിലെ വലിയൊരു പ്രമാണിയായ ഒരു മനുഷ്യൻ അവിടെ ഇങ്ങനെ ഇരിക്കുക. പക്ഷേ ലേഖനകർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇങ്ങനെ ഇരുന്നിരുന്നിരുന്ന് അവസാനം സംഭവിച്ച കാര്യം എന്താ? ആ ദേശത്തിലെ അധർമ്മങ്ങൾ കണ്ടും കേട്ടും തൻ്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് എന്നിട്ട് പറയുക, വലഞ്ഞു പോയ
അയ്യോ, ഈ നീതിയുള്ള ദൈവിക ധാർമ്മികതയുള്ള ഹൃദയം ദൈവഹിതമല്ലാത്തടത്ത് പോയിരുന്ന കുറേ കഴിയുമ്പം നൊന്തു വലഞ്ഞു പോയവരുടെ ഹിസ്റ്ററിയും അവരുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ പരിശോധിച്ച് നോക്ക്. നീതിയുള്ള മനസ്സ് അവരുടെയും ലൈഫിലുണ്ടായിരുന്നു. പക്ഷേ എവിടെയൊക്കെയോ ഇരിക്കേണ്ടിടത്ത് അത് പോയി ഇരുന്നതാണ്. അവിടെ ഇങ്ങനെ വൃക്കിയപ്പെട്ട് ചതിക്കപ്പെട്ട് ഉപയോഗിക്കപ്പെട്ട് ചൂഷണം ചെയ്യപ്പെട്ട് ഇവരുടെ മനസ്സിനകത്ത് എന്ത് സംഭവിച്ചു? വലഞ്ഞുപോയി. എന്താ ഈ മനുഷ്യന് സംഭവിച്ചു? അവിടെ നിന്ന് അവൻ അധർമ്മം കണ്ടു, അവൻ ഏറ്റവും തിന്മ കണ്ടു, തിന്മയുടെ കാഴ്ചകൾ മാത്രം കണ്ടു. പക്ഷേ അബ്രഹാമും ഈ തിന്മ കണ്ടില്ലെന്ന് ചിന്തിക്കുന്നുണ്ടോ? അബ്രഹാം പോകുന്ന വഴിക്ക് എത്രയോ തിന്മ അവൻ കണ്ടു. പക്ഷെ തിന്മ നോക്കി അവൻ ആയുസ് കളഞ്ഞില്ല. അവൻ ദൈവത്തെ നോക്കി തൻ്റെ യാത്ര മുൻപോട്ട് നയിച്ചു. ലൈഫിനകത്ത് വരുന്ന ഏറ്റവും വലിയ പാളിച്ചെന്നൊക്കെ പറഞ്ഞാൽ ചില തിരഞ്ഞെടുപ്പിനകത്ത് നിന്നിട്ട് നമ്മൾ ഈ തിന്മ മാത്രമേ കാണത്തുള്ളൂ, ദൈവസാന്നിധ്യം മാത്രം അനുഭവിക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെയൊക്കെ പല വേർഷനുകൾ നമ്മുടെ ഇടയിലുണ്ട്. നമ്മളിന്ന് ദൈവസാന്നിധ്യത്തിന് വെളിയിൽ നമ്മൾ കാണുന്ന ഒത്തിരി തിന്മകളുണ്ട്, നമ്മൾ കാണുന്ന ഒത്തിരി നെഗറ്റീവ്. ഈ നെഗറ്റീവാണ് നമ്മളെ നയിക്കുന്നത് മൊത്തം. നമ്മൾ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്നത് എന്താ? ഈ നെഗറ്റീവാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ അത് എല്ലാ മീഡിയയിലൂടെയും നമ്മൾ പങ്കുവെക്കുന്നത് ഏതാ? നിങ്ങൾ നോക്ക്, നല്ലൊരു മെസ്സേജ് ഉണ്ടെങ്കിൽ അത് 1000 പേര് കാണും. എന്നാൽ ഏതെങ്കിലും ഒരെണ്ണം വിവാദമായി കഴിഞ്ഞാൽ അത് 50,000 പേര് കാണും. അത് കൃത്യമായിട്ട് അയച്ചു കൊടുത്തിട്ട് പറയും, അമ്മാമ്മ ഞാനൊരു സാധനം എന്ത് ചെയ്തിട്ടുണ്ട്. കാണാത്ത അമ്മാമ്മയെ കൃത്യമായിട്ട് വിളിച്ച് കാണിക്കുക, എന്തൊരു സാധനം. എന്നാൽ നല്ലൊരു മെസ്സേജ്, അമ്മാമ്മയുടെ മനസ്സ് തൊടുന്നൊരു മെസ്സേജ് അയച്ചു കൊടുക്കുമോ? അങ്ങനെ പുള്ളിക്ക് എന്ത് കിട്ടണ്ട, അത്ര ആത്മീയവർദ്ധനൊന്നും കിട്ടണ്ട. പക്ഷേ ഈ സാധനം കിട്ടിയാൽ കൃത്യമായിട്ട് അയച്ചു കൊടുക്കും, അടുത്ത ജനറേഷന് മുഴുവൻ അയച്ചു കൊടുക്കും. നിങ്ങൾ കണ്ടോ ഇത് കണ്ട് അവസാനം അവർ പറയാൻ തുടങ്ങി ഇത് മൊത്തം ഫേക്കാണ്. സ്വന്തം നല്ല തുറന്നും എന്ത് ചെയ്യത്തില്ല, അയച്ചു കൊടുക്കത്തില്ല. മറ്റേ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ അറ്റത്ത് ലൈവൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ഇപ്പം അങ്ങ് മര്യാദയ്ക്ക് നിന്നങ്ങ് പ്രസംഗത്തേ ഉള്ളൂ. ഏറ്റവും ഫോർമലായിട്ട് നിന്ന് പ്രസംഗിക്കാൻ പറ്റും, അത്രയും ഫോർമലായിട്ടൊക്കെ നിന്ന് എന്ത് ചെയ്യത്തുള്ളൂ, പ്രസംഗിക്കത്തുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഏതറ്റത്തു നിന്നോ വെട്ടിക്കൊണ്ട് പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ നിൽക്കുക, വെട്ടാൻ തന്നെ നിൽക്കുക, ഇങ്ങനെ ഇരിക്കും കത്രികയും കൊണ്ട്. ഒരറ്റം കിട്ടി അന്നേരം എന്ത് ചെയ്യണം? അതിൻ്റെ മുൻപും നോക്കത്തില്ല, അതിൻ്റെ പിൻപും നോക്കത്തില്ല. അവിടെ ഇരിക്കുന്ന ജനത്തെ, ഈ ലൈവ് കാണുന്നവർക്ക് ഇതിനകത്തിരിക്കുന്ന ജനത്തെ മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. ഓരോ ജനത്തോടുള്ള കോണ്ടക്സ്റ്റ് നമ്മൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇത് പുറത്തുനിന്ന് കാണുന്നവൻ ഇതിൽ യാതൊരു ഫീലും വരത്തില്ല. അവർ വല്ലപ്പോഴും പോകുന്ന വഴിക്ക് പാർലറിൽ ജ്യൂസ് കുടിക്കാൻ കയറിയപ്പോഴാണ് ഈ ലൈവ് എന്ത് ചെയ്തത്, അന്നേരം ഹെഡ്ഫോൺ വെച്ച് തുടങ്ങി. അന്നേരം അതിൻ്റെ ഒരു ഇടയ്ക്ക് വാലെ തൊട്ട എന്ത് ചെയ്തത് കിട്ടിയത്. പക്ഷേ അവിടെ കഴിഞ്ഞ് 1 മണിക്കൂറായിട്ട് അവിടെ പറയുന്നൊരു കോണ്ടെക്സ്റ്റ് ഉണ്ടായിരുന്നു, ഇതൊന്നും കേൾക്കത്തില്ല. അന്നേരം ആ സാധനം അവിടെ പാർലറിൽ ഇരുന്ന് എന്ത് ചെയ്യും, അന്നേരം അങ്ങ് വെട്ടി ക്യാപ്ഷനും കൊടുക്കും. നല്ല ക്യാപ്ഷൻ ഇടാൻ അറിയാം. ഈ ക്യാപ്ഷൻ കൊടുത്ത് അങ്ങ് വിടും. പിന്നെ അങ്ങ് ഷെയറാ. ഞാൻ പറഞ്ഞത് എൻ്റെ പ്രിയ ദൈവമക്കളെ, ഒറ്റ കാര്യം പറയാം. ഇത് ഉള്ള കരങ്ങളിലൊക്കെ ചെന്ന് എത്തിക്കഴിയുമ്പോൾ അവസാനം സംഭവിക്കുന്നൊരു കാര്യം ഞാൻ പറയാം. ഒരു തലമുറ ചിന്തിക്കുന്നത്, ഇത് മാത്രം കണ്ടവർ ചിന്തിക്കുന്നത് പെന്തക്കോസ് മുഴുവൻ ഇതാണോ? ശരിക്കും പെന്തക്കോസ് ഇതാണോ? സ്തോത്രം. പെന്തക്കോസിനകത്തെ ഒറിജിനൽ അടുത്ത തലമുറ കണ്ടിട്ടില്ല. കണ്ടത് ഈ അഴുക്ക് മാത്രമാണ്. എന്നാ ചെയ്യണം? നല്ലതുകൂടെ അവർ കാണട്ടെ, നല്ലത് നമ്മളിലൂടെ കാണട്ടെ. നമുക്ക് അങ്ങനെ കൊതിക്കാം, പ്രാർത്ഥിക്കാം. ഈ അനാവശ്യമായത് പങ്കുവെക്കുന്നതിന് മുമ്പേ, കർത്താവേ ഞങ്ങളുടെ നല്ലത്, പെന്തക്കോസിൻ്റെ നല്ലത് പങ്കുവെക്കാൻ കൃപ തരണേ. അനുഭവിച്ചവരോടൊക്കെ ചോദിക്കുക. അവർ പെന്തക്കോസിൻ്റെയൊക്കെ ഒറിജിനൽ കണ്ടിട്ടുള്ളവരുണ്ട്, ഒറിജിനൽ അനുഭവം കണ്ടിട്ടുള്ളവരുണ്ട്. അത് പങ്കുവെക്കപ്പെട്ടിട്ടില്ല പല മേഖലകളിലും. ഞാൻ പറഞ്ഞ ഹിസ്റ്ററി പങ്കുവെച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഹിസ്റ്ററി പങ്കുവെച്ചിട്ട് ഒരു കാര്യവുമില്ല. പണ്ടത്തെ അനുഭവങ്ങൾ പറഞ്ഞു വെച്ചിട്ട്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തിനൊരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത്, യാതൊരു ചരിത്രബോധവും ഇല്ലാത്തൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പുസ്തകം നോക്കിക്കേ, പുസ്തക വായന ഉണ്ടോ ഇന്ന്? എൻ്റെ കയ്യിൽ ഒരു 2500 പുസ്തകം മിനിമം ഉണ്ടായിരുന്നു. ഒരു 2500 പുസ്തകം. അതിനകത്തൊരു 1500 പുസ്തകമെങ്കിലും അതിൻ്റെ പൂർണ്ണമായോ ഭാഗികമായോ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. വായിക്കാത്ത പുസ്തകം 1000 എണ്ണം ഇപ്പോഴും ഇരിപ്പുണ്ട്. ഇനി ജീവിതത്തിൽ വായിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു ഇല്ല. എല്ലാ കുമ്മനാട് കൺവെൻഷനും അല്ലെങ്കിൽ മറ്റ് കൺവെൻഷനിലൊക്കെ പോകുമ്പം ഒരു 10-15 പുസ്തകം ഞാൻ മിനിമം എന്ത് ചെയ്യാറുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷം പോയപ്പോൾ ഒറ്റ പുസ്തകം ഞാൻ വാങ്ങിച്ചില്ല. കാരണം ഇത് സ്ഥിരം വാങ്ങിച്ചോണ്ട് അവസാനം എൻ്റെ വൈഫ് എന്നോട് കഴിഞ്ഞ ഒരു 2 വർഷത്തെ എൻ്റെ ഇത് കണ്ടപ്പം പറഞ്ഞു, ഈ ഇരിക്കുന്ന പുസ്തകം വായിച്ചിട്ട് ഇനി എന്ത് ചെയ്യാവുള്ളൂ, വേറെ പുസ്തകം വാങ്ങിക്കാവുള്ളൂ. കാരണം വാങ്ങിച്ചുകൊണ്ട് വരുന്ന കുറച്ചൊന്നുമല്ല, അതിങ്ങനെ കെട്ടുകണക്കിന് വാങ്ങിച്ചുകൊണ്ട് വരും. ഒരു പാഷനായിരുന്നു, സത്യ. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പാഷൻ എന്ത് ചെയ്തു, പല മേഖലയിൽ കുറവ് സംഭവിച്ചു. ഇപ്പം നോക്കുന്നതും പഠനം മൊത്തം ഇതിനകത്താണ്, ഫുള്ള് ഇതിനകത്ത് കിടപ്പുണ്ട്. 10,000 പുസ്തകം ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, കിടപ്പുണ്ട്. അപ്പം നോക്കിയാലും തപ്പിയാലും ഇതിനകത്തുള്ള സോഫ്റ്റ്വെയറുകളും ഇതിനകത്തുള്ള കമൻട്രികളും ഇതിനകത്തുള്ള കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ, നോക്കാറുള്ളൂ.
പിന്നെ പണ്ട് ഇഷ്ടം പോലെ ഡയറികളൊക്കെ ഞാൻ ഇപ്പോഴും എൻ്റെ 2 ഷെൽഫ് നിറയെ ഡയറിയാണ്. എൻ്റെ 2 ഷെൽഫ് നിറയെ ഡയറിയാണ്. എഴുതി പോകുമായിരുന്നു. ഫുള്ള് ഞാൻ അങ്ങനെ എഴുതി പോകുന്നൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ ഡയറിയിൽ എഴുതിയിട്ട് കാലം കുറേയായി. ഇപ്പം എഴുത്ത് മൊത്തം ഇതിനകത്താണ്, ഫുൾ എഴുത്ത് ഇതിനകത്താണ്, മൊത്തം ചലിക്കുന്നത് ഇതിനകത്താണ്, എല്ലാ കാര്യവും ഇതിനകത്ത് ഓടുക എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരു ലെവലിലേക്ക് മാറി. അതുകൊണ്ട് തന്നെ സംഭവിക്കുന്നത്, നമ്മളൊക്കെ കുറച്ചെങ്കിലും പുസ്തകം വായിച്ചെന്ന് പറയാം, അടുത്ത തലമുറ പുസ്തകമേ വായിക്കുന്നില്ല. ചരിത്രബോധമില്ലാത്തൊരു സമൂഹമാണ്. അങ്ങനെയെങ്കിൽ ചരിത്രബോധമില്ലാത്തൊരു സമൂഹത്തിനകത്ത് ഞാൻ കുറേ ഹിസ്റ്ററി പറഞ്ഞാൽ എന്നാ സംഭവിക്കും? അവർക്ക് പ്രത്യേകിച്ച് ഒരു യുക്തിയും തോന്നത്തില്ല. ഞാൻ പറയും, ഇത്ര കാലത്ത് ഇന്നത് സംഭവിച്ചു, 1930കളിൽ എന്ത് സംഭവിച്ചെന്നറിയാമോ? അവർ ചോദിച്ചു എന്ത് സംഭവിച്ചു? ഞങ്ങൾക്കത് അറിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഹൂ കേഴ്സ്? നിങ്ങളത് പറഞ്ഞു, നമ്മൾ ഹിസ്റ്ററി പറഞ്ഞ് വെറുതെ നമ്മൾ ആയുസ് പാഴാക്കത്തേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവർ ചരിത്രബോധത്തെ അല്ലെങ്കിൽ ചരിത്രബോധവും ചരിത്രത്തെപ്പറ്റിയുള്ള അറിവിനും താല്പര്യപ്പെടുന്നില്ല. പിന്നെ എന്ത് സംഭവിക്കണം? ഞാനിതൊരു നമ്മൾ ഇങ്ങനൊരു കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് ഹൃദയം പങ്കുവെക്കുന്നത്. ഞാൻ ഒത്തിരി ഈ കടുംകെട്ടി ഇതിലോട്ടൊന്നും പോയി അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാത്ത കുറേ ഭാഷ പറയാൻ എനിക്ക് താല്പര്യമില്ല. ഹൃദയത്തിൽ നിന്ന് ഇത് അങ്ങ് കൈമാറുക എന്ന് പറഞ്ഞ്, എൻ്റെ പ്രിയരെ, നമ്മൾ ഇതിനകത്ത് ഇനിയും ചെയ്യേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ. നമ്മൾ പറയുന്ന ചരിത്രത്തിന് ഇനി യുക്തിയില്ല. നമ്മൾ ഈ പറയുന്ന മുമ്പേ ഞാൻ പറഞ്ഞ അനാവശ്യമായ പ്രവണതകൾ മറ്റൊരു തലങ്ങളിലേക്ക് കൊണ്ടുപോകും. പിന്നെ സംഭവിക്കാൻ പറ്റുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ഇതിൻ്റെ ഒറിജിനൽ അനുഭവം ഞങ്ങളിൽ വെളിപ്പെടണം. കർത്താവേ, ഈ ഒറിജിനൽ അനുഭവം, യഥാർത്ഥ തിരുസാന്നിധ്യത്തിൻ്റെ തിരുമഹത്വം ഞങ്ങളിൽ വെളിപ്പെടണം എന്ന് പറഞ്ഞാൽ, എൻ്റെ സഭയിൽ എൻ്റെ തലമുറ, എൻ്റെ ജനം കാണേണ്ടത് തിരുമഹത്വമാണ്. എൻ്റെ ജനം അങ്ങയുടെ മഹത്വം കാണണം. എൻ്റെ ജനം അങ്ങയുടെ മഹത്വം കാണണം. ഞാൻ പറഞ്ഞില്ല, അത് ഓരോ കുടുംബത്തിലും ആ ദൈവമഹത്വം വെളിപ്പെടണം. നമുക്ക് ലഭിക്കപ്പെടുന്ന, പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു മേഖലയുണ്ട്. ഞാൻ ഈ മേഖലയോട് ബന്ധപ്പെട്ടത് പറയാം. നമുക്ക് ലഭിക്കപ്പെടുന്ന ഈ ഇതുമായ എല്ലാ കാര്യങ്ങളും ദൈവം ഇല്ലെങ്കിലും ചിലപ്പോൾ എന്ത് ചെയ്യാം, കിട്ടാം. പലപ്പോഴും നമ്മൾ പറയുന്നത്, ദൈവം എനിക്ക് ഈ നന്മകളെല്ലാം ദൈവം എന്ത് ചെയ്തു? ദൈവം ഇല്ലെങ്കിലും കിട്ടുമെന്നേ. എലോൺ മസ്കിന് എത്രത്തോളം ദൈവമായിട്ട് ബന്ധമുണ്ടെന്ന് എനിക്കറിയില്ല. സുന്ദർ പീച്ചയ്ക്ക് എത്രത്തോളം ദൈവമായിട്ട് ബന്ധമുണ്ടെന്ന് എനിക്കറിയില്ല. ഗൗതം അദാനിക്ക് എത്രത്തോളം ദൈവമായിട്ട് ബന്ധമുണ്ടെന്ന് എനിക്കറിയത്തില്ല. അതല്ല വിഷയം. ഇച്ചിരി കാലിബറും ഇച്ചിരി ബുദ്ധിയും ഇച്ചിരി ബിസിനസ് മൈൻഡും ഇച്ചിരി ലോകബോധമുള്ളവന് വിജയിക്കാൻ പറ്റുന്ന ഒത്തിരി മേഖലയുണ്ട്. അതിന് ദൈവാശ്രയമൊന്നും വേണ്ട. ഒരു ദൈവാശ്രയം ഇല്ലെങ്കിലും അവന് വിജയിക്കാൻ പറ്റുന്ന ഒത്തിരി മേഖലയുണ്ട്. ഏത്തിസ്റ്റുകൾ വിജയിക്കുന്ന എത്രയോ മേഖലയുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ അനുഭവിക്കുന്ന ദൈവസാന്നിധ്യത്തോടൊപ്പമുള്ള യാത്ര, ഈ യാത്ര ദൈവത്തോടൊപ്പമുള്ള യാത്രയാണ്. ഈ യാത്രയിൽ ഞാൻ അനുഭവിക്കുന്ന മറ്റൊരു കാര്യവുമല്ല മാനദണ്ഡം. ദൈവമായിട്ടുള്ള എൻ്റെ ബന്ധമാനദണ്ഡം. കർത്താവുമായിട്ടുള്ള യാത്രയാണ് മാനദണ്ഡം. ദൈവ ഇഷ്ടം ഞാൻ അനുസരിക്കുന്നത് മാനദണ്ഡം. ദൈവത്തോടൊപ്പം ഞാൻ നടക്കുന്ന മാനദണ്ഡം. മോശയ്ക്ക് മനസ്സിലായി, കർത്താവേ, അങ്ങില്ലാത്ത ദേശം എനിക്ക് വേണ്ട, അങ്ങില്ലാത്ത നാട് എനിക്ക് വേണ്ട, അങ്ങില്ലാത്ത നന്മ എനിക്ക് വേണ്ട, അങ്ങില്ലാത്ത കനാൻ എനിക്ക് വേണ്ട. അങ്ങുള്ള വരണ്ട ദേശമാണേലും അതിൻ്റെ നടുവിൽ എനിക്ക് ജയിക്കാൻ കഴിയുമെന്ന് മോശയുടെ അകത്ത് ഉറപ്പുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ ജനത്തിന് ദൈവിക ദൂത് കൈമാറുക. ദൈവമില്ലാത്ത ഒന്നും എനിക്ക് വേണ്ട. തിരുസാന്നിധ്യം നിറഞ്ഞു വന്ന് ആ തിരുസാന്നിധ്യത്തോടൊപ്പം ആ നിറവിൽ നിന്ന് നിറവിലേക്ക് കടന്നു പോകുവാൻ എൻ്റെ ആത്മാവിൽ എനിക്ക് കൃപ തരണമെന്ന് നിങ്ങൾ കൊതിക്കുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, ആ തിരുസാന്നിധ്യം നിങ്ങളുടെ കൂടെ വരും. ദൈവിക അനുഭവങ്ങൾ നിങ്ങളുടെ കൂടെ വരും. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് അകമ്പടി നിൽക്കും. നിങ്ങളുടെ ലൈഫ് ദൈവ സാന്നിധ്യത്തിന്റെ അധികമാണ്. ഒന്ന് വായി തുറന്ന് പ്രാർത്ഥിച്ചേ. എനിക്ക് മറ്റൊന്നുമല്ല കർത്താവേ, ഇന്ന് രാത്രി ഞാൻ ചോദിക്കുന്നത്, തിരുസാന്നിധ്യം എൻ്റെ കൂടെ വരണം. ആ ദൈവത്തിന്റെ മൈറ്റി പ്രസൻസ് ഇന്ന് രാത്രി എൻ്റെ കൂടെ വരണമെന്ന് ഇന്ന് രാത്രി ജനമൊന്ന് പ്രാർത്ഥിച്ചേ. 1-2 മിനിറ്റുകൾ വായി തുറന്ന് ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിച്ചോ. ആ തിരുസാന്നിധ്യം എൻ്റെ കൂടെ. അങ്ങയുടെ സാന്നിധ്യം വിട്ടുവിടൽ എന്നതൊന്നും എനിക്ക് വേണ്ട. എനിക്ക് തിരുസാന്നിധ്യം എൻ്റെ കൂടെ വരണം. മോശ എന്ന മനുഷ്യനെ അറിയാം അതിൻ്റെ വില. തിരുസാന്നിധ്യത്തിൻ്റെ വില. കാരണം തൻ്റെ ലൈഫിനകത്ത് തൻ്റെ 2 ഫേസ് നമുക്ക് തിരുവെടുത്ത് പറയുന്നുണ്ട്. ഒന്ന്, ചില സമയത്ത് നമ്മൾ മോശ കണ്ടാൽ അവൻ ഭയങ്കര ധൈര്യമുള്ളവനാണ്. ചില സമയത്ത് നമ്മൾ മോശയെ കണ്ടാൽ അവൻ ഒട്ടും ധൈര്യമില്ലാത്തവനാണ്.
ഇതിൻ്റെ ഒരു കുഴപ്പം, ഒന്ന്, അവൻ ദൈവത്തിൻ്റെ പദ്ധതിക്കകത്ത് വരുന്നതിന് മുമ്പ് അവന് ഭയങ്കര ആവേശമായിരുന്നു. ഓവർ എന്തൂസിയാസം നല്ലതാ. ചില സമയത്തൊക്കെ നമ്മൾ ഓവർ എന്തൂസിയാസ്റ്റിക് ആവും. മോശയ്ക്ക് ഓവർ എന്തൂസിയാസം ഉണ്ടായിരുന്നു. 40-ാമത്തെ വയസ്സിൽ അത് വെളിപ്പെട്ടത്. ഈ 40 വർഷം വളർന്നത് എവിടാ? കൊട്ടാരത്തിലാണ്. ഈ കൊട്ടാരത്തിൽ വളരുമ്പോഴേ ഇവന് പാല് കൊടുത്തത് അവൻ്റെ അമ്മയാണ്. അന്ന് തൊട്ട് ഇവൻ്റെ ചെവി കേൾക്കുന്നുണ്ട് അവൻ്റെ മേൽ കിടക്കുന്ന പദ്ധതി എന്താണ്, അവൻ്റെ മേൽ കിടക്കുന്ന പദ്ധതി എന്തെന്ന്. അവൻ ആ വെള്ളത്തിൽ നിന്ന് വലിച്ചു കയറ്റപ്പെട്ടവനാണ്. ഈ വിധ വാഗ്ദത്തങ്ങളൊക്കെ അവൻ്റെ ചെവിക്കകത്ത് കേൾക്കും. തനിക്കറിയാം തൻ്റെ മേലൊരു ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ട്, തൻ്റെ മേലൊരു ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. പക്ഷേ ഈ 40 വർഷം അവനെ കൊട്ടാരത്തിൻ്റെ സൗകര്യത്തിനകത്താ, കൊട്ടാരത്തിൻ്റെ സിസ്റ്റത്തിനകത്താ, കൊട്ടാരത്തിൻ്റെ ആയോധനകലയ്ക്കകത്താ, കൊട്ടാരത്തിൻ്റെ നന്മയ്ക്കകത്താ. അപ്പോൾ തൻ്റെ മനസ്സിനകത്ത് ഇങ്ങനെ തികട്ടി നിൽക്കുക, എനിക്കെന്ത് ചെയ്യണം? എൻ്റെ ജനത്തെ വിടുവിക്കണം. എനിക്കെൻ്റെ ജനത്തെ, അതല്ലേ അവിടെ കണ്ടത്. ഇവർ തമ്മിൽ തർക്കം വന്നപ്പോൾ ഒറ്റ അടിക്കാരെ കൊന്നു. അവൻ്റെ അകത്തെ ആഗ്രഹം എനിക്കെൻ്റെ ജനത്തെ എന്ത് ചെയ്യണം? ദൈവം പറഞ്ഞ് എനിക്ക് വിടുവിക്കണ്ട, നീ അല്ല വിടുവിക്കുന്നേ. അന്ന് പൊളിച്ചവനെ. ചിലപ്പോഴൊക്കെ ഞാൻ ചാടി ഇറങ്ങുമ്പം ദൈവം എന്നെ പൊളിക്കുന്നതിൻ്റെ കാരണം എന്തെന്നറിയോ? ഞാനല്ല വിഷയം, ദൈവ പദ്ധതിക്ക് ദൈവം മാത്രം വിഷയം എന്ന് പറഞ്ഞ് എന്നിലൂടെ അല്ല, ഞാനല്ല ഇതിൻ്റെ ഒന്നും കാരണം. ഇതെൻ്റെ പ്രൊപ്പഗണ്ടയല്ല, ഇതെൻ്റെ അജണ്ടയല്ല. ദിസ് ഈസ് ഹിസ് മിഷൻ, ഇത് അവിടുത്തെ ദൗത്യ എന്ന് പറഞ്ഞാൽ മോശയോട് പറഞ്ഞ്, മോശെ നീ കിടന്ന് പരവേശം പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. എൻ്റെ സമയത്ത്, എൻ്റെ രീതിയിൽ, എൻ്റെ വഴിയിൽ ഞാൻ എൻ്റെ ജനത്തെ വിടുവിക്കും. അന്ന് മോശ എന്ന മനുഷ്യനെ ദൈവം പൊളിച്ചു. അന്ന് ഓടി ഓട്ടവാ. ഈ വിടുവിക്കെന്ന് പറഞ്ഞ ജനം തന്നെ ചോദ്യം ചോദിച്ചപ്പോൾ അന്ന് ഓടി ഓട്ടം. 40 വർഷം ഉഴന്നു വലഞ്ഞു, ആടിനെ കൊടുത്തു, എല്ലാം ചെയ്തു. 40-ാമത്തെ വർഷം കഴിഞ്ഞ് 80-ാമത്തെ വയസ്സിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ ദൈവം കൊണ്ടുവന്ന് മുൾപ്പടർപ്പിൻ്റെ മുമ്പിൽ നിർത്തുക. കത്തുന്ന മുൾപ്പടർപ്പ്, പക്ഷേ അത് വെന്തു പോകുന്നില്ല. അവിടെ വെച്ച് ദൈവം ഇടപെടുക, ദൈവ സാന്നിധ്യം അവനോട് സംസാരിക്കുക, ദൈവം ചിലതൊക്കെ അവനെ അഷ്വർ ചെയ്യുക. നിങ്ങൾ അവിടുത്തെ മോശയെ നോക്കിക്കേ. 40-ാമത്തെ വയസ്സിൽ ഞാൻ ഇപ്പം ചെയ്ത് കളയുമെന്ന് പറഞ്ഞ് ചാടി വന്ന മനുഷ്യനാണ്. പക്ഷേ 80-ാമത്തെ വയസ്സിലെ മോശ എങ്ങനെയാ? കർത്താവേ, എനിക്ക് വരം മറ്റൊരാളെ, എന്നെ നീ അയക്കരുത്, എൻ്റെ നാക്ക് ബലഹീനമാ, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനുമാ, ഈ ജനം ചോദിച്ചാൽ ഞാൻ എന്നെ പറയണം. ഇതാണോ 40-ാമത്തെ വയസ്സിൽ കണ്ടത്? എൻ്റെ പ്രിയരെ, നമ്മുടെ ഇന്നബിലിറ്റി ബോധ്യപ്പെടുമ്പോഴാണ് നമ്മൾ സാന്നിധ്യത്തെ കൂടുതൽ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഇന്നബിലിറ്റി 40-ാമത്തെ വയസ്സിൽ മോശയ്ക്ക് മനസ്സിലായി ഈ കുങ്ഫു കൊണ്ടൊന്നും ഒരു കാര്യമില്ല, അല്ലെങ്കിൽ ഈ 40 വയസ്സ് ഞാൻ കണ്ട റിസോഴ്സ് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. തൻ്റെ ഇന്നബിലിറ്റി ബോധ്യപ്പെട്ടു. ജനത്തെ വിടുവിക്കാൻ അതിനപ്പുറത്ത് എൻ്റെ കൂടെ ഒന്നു വരണം, അത് തിരുസാന്നിധ്യ. പിന്നെ അവൻ പറഞ്ഞത് ഇന്നബിലിറ്റി മാത്രമേ. കർത്താവ്, ഇതെൻ്റെ ഇന്നബിലിറ്റിയാണ്. ആരെ കണ്ടപ്പോഴാണ് ഇന്നബിലിറ്റി മനസ്സിലായില്ല? ദൈവത്തെ കണ്ടപ്പോഴാ. എൻ്റെ പ്രിയരെ, കർത്താവിൻ്റെ സന്നിധി നമ്മൾ ദൈവത്തെ കാണുന്ന ഇടങ്ങളായി മാറട്ടെ. ഞാൻ പറയാം, ഇങ്ങനെയൊക്കെയുള്ള ആരാധന സ്ഥലങ്ങളുടെ പ്രത്യേകത എന്തെന്നറിയോ? ദൈവത്തെ കാണുന്ന ഇടമാണ് ഇത്. ദൈവിക സമൂഹങ്ങൾ, ആരാധനാലയങ്ങളിൽ നമ്മൾ ദൈവത്തെ കാണണം. ആരാധനാലയങ്ങളിൽ ദൈവത്തെ കാണണം. നമ്മളിവിടെ വരുന്നത് എന്നെ കാണാനല്ല, എൻ്റെ കൂട്ടുവിശ്വാസിയെ കാണാനല്ല, എൻ്റെ പാസ്റ്ററെ കാണാനല്ല. ഞാൻ ഇവിടെ വരുന്നത് എൻ്റെ ദൈവത്തെ കാണാനാണ്. ശരിക്കും യേശുവിൻ്റെ കാലഘട്ടത്തിൻ്റെ ആത്മീയതയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ പറ്റ്, അവർ കാണുന്നത് ദൈവത്തെ അല്ലായിരുന്നു, അവർ കാണുന്നത് തൊട്ടടുത്ത സഹോദരനെയായിരുന്നു. ഒരു പരീക്ഷം പ്രാർത്ഥിക്കാൻ വന്നു, അപ്പുറത്തൊരു ചുങ്കക്കാരനും പ്രാർത്ഥിക്കാനിരിക്കുന്നു. ഈ പരീക്ഷം കണ്ടത് ആരെയാ? ദൈവത്തെ അല്ല, ചുങ്കക്കാരനെയാ. ശരിക്കും അവൻ ആലയത്തിൽ വന്ന ആരെയായിരുന്നു കാണണ്ടേ? ഒന്നവൻ ദൈവത്തെ കാണണം, രണ്ടവൻ അവനെ കാണും. ഈ ദൈവത്തെ കാണുന്നവൻ്റെ പ്രത്യേകത, ആ ദൈവത്തിൻ്റെ വിശുദ്ധി കാണുന്നവൻ അവൻ്റെ അശുദ്ധി കാണും. ദൈവത്തിൻ്റെ മഹത്വം കാണുന്നവൻ അവൻ്റെ ഷോർട്ട് കമ്മിങ് അവൻ കാണും. ദൈവത്തെ കാണുന്നവൻ അവൻ്റെ ബലഹീനത തിരിച്ചറിയുമ്പോൾ അവൻ മാറത്തടിക്കും. പക്ഷേ ഇവൻ കണ്ടത് അങ്ങനല്ല. അവന് ദൈവത്തെ കാണാനുള്ളതൊന്നുമില്ല. അവൻ്റെ സെൽഫ് റൈറ്റ്നസ് മുഴുവൻ അവിടെ അങ്ങോട്ട് ഇറക്കി. കർത്താവേ, ഞാൻ ഉപവസിക്കുന്നുണ്ട്, കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവെ ഞാൻ പതാരം കൊടുക്കുന്നുണ്ട്, കർത്താവെ ഞാൻ സാധുക്കളെ സഹായിക്കുന്നുണ്ട്, ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഞാനാണ് ഇവിടെ കാര്യങ്ങൾ മുഴുവൻ ചലിപ്പിക്കുന്നത്. പക്ഷെ ഞാൻ ഇവനെപ്പോലെയും അല്ലാഴികയാൽ എല്ലാം തീർന്നില്ലേ? അവൻ ആ പ്രാർത്ഥന തന്നെ ദൈവിക പദ്ധതിക്ക് വെളിയിലാണ്. ഈ യെശയ്യാവിനെ നോക്കിക്കുക. യെശയ്യാവ് ഒത്തിരി കാര്യം നോക്കി. വാട്ട് ടു ദം, അവർക്ക് കഷ്ടം, സോരിന് കഷ്ടം, സീദോന് കഷ്ടം, അവർക്ക് കഷ്ടം എല്ലാം പറഞ്ഞു. പക്ഷേ ദൈവത്തിൻ്റെ ഗ്ലോറി കണ്ടപ്പോഴോ? കർത്താവൻ, ഞാൻ ആരിഷ്ട മനുഷ്യൻ, ഞാൻ വികട ആദരമുള്ള മനുഷ്യനാണ് എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ഗ്ലോറി കണ്ടപ്പോൾ അവൻ അവൻ്റെ അശുദ്ധി കണ്ടു. എൻ്റെ പ്രിയരെ, ദൈവത്തിൻ്റെ വിശുദ്ധിയാണ് നമ്മളെ വെളിവാക്കുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ വിശുദ്ധി കണ്ടാൽ, നമ്മൾ ദൈവത്തിൻ്റെ ഗ്ലോറി കണ്ടാൽ, നമ്മൾ ദൈവത്തിൻ്റെ മഹത്വം കണ്ടാൽ, നമ്മൾ ദൈവത്തിൻ്റെ സ്വഭാവത്തെ കണ്ടാൽ നമുക്ക് മനസ്സിലാകും, കർത്താവേ, എനിക്ക് ശുദ്ധീകരണം സംഭവിക്കണം,
എനിക്ക് അങ്ങയുടെ കരം എൻ്റെ മേൽ വീഴണം. എനിക്ക് അങ്ങയുടെ മുമ്പാകെ അങ്ങയുടെ വിശുദ്ധിയോടൊപ്പം നിൽക്കുമ്പോൾ ഞാൻ ഒട്ടും എത്തിയിട്ടില്ല കർത്താവേ, ഒട്ടും എത്തിയിട്ടില്ല. എന്നെ തന്നെ കാണുന്ന ഇടമാണ് ദൈവത്തെ ഞാൻ കാണുന്ന ഇടം. ആലയത്തിനകത്ത് ചിലപ്പോഴേ എന്താ നമ്മുടെ കണ്ണ് നിറയുന്നതെന്ന് അറിയാവോ? ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് മുമ്പ് ഞാൻ എത്തിയിട്ടില്ലെന്ന് മനസ്സിലാകുമ്പോഴേ എൻ്റെ കണ്ണ് നിറഞ്ഞേ. ചിലപ്പോഴൊക്കെ എന്തിനാ പൊട്ടിക്കരയുന്നേ? ചിലപ്പോഴൊക്കെ എന്തിനാ നമ്മൾ അനുദപിക്കുന്നേ? ദൈവത്തെ നോക്കിയപ്പോൾ മനസ്സിലായി, കർത്താവേ എൻ്റെ ലൈഫ് എങ്ങും എത്തിയിട്ടില്ല. അങ്ങേ കണ്ടിട്ട് അങ്ങയോടൊപ്പം നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല, അങ്ങയോടൊപ്പം നടക്കാൻ എനിക്ക് കഴിയുന്നില്ല, സാന്നിധ്യം അനുഭവിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഒരു മിയർ വർഷിപ്പ് മാത്രമേ എൻ്റെ അകത്തുള്ളൂ, എനിക്ക് അങ്ങയെ അനുഭവിക്കാൻ കഴിയുന്നില്ല. എൻ്റെ പ്രിയരെ, ദൈവത്തെ കാണുന്ന ഒരിടത്ത് ഈ ബോധ്യം എൻ്റെ അകത്ത് വന്ന് വെറുതെ ഇരിക്കാൻ പറ്റുമോ? ഞാൻ കരയും. കാരണം എനിക്ക് മനസ്സിലായി, എനിക്ക് എൻ്റെ കർത്താവിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് എൻ്റെ കർത്താവിനൊപ്പം നടക്കാൻ പറ്റുന്നില്ല, എൻ്റെ യേശുവിനൊപ്പം നടക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതെപ്പോഴാണ് കണ്ടത്? ദൈവത്തെ കണ്ടപ്പോഴാണ് ഇത് കണ്ടേ. ആ വിശുദ്ധിക്കൊപ്പം നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. സ്തോത്രം. ദൈവത്തെ കാണുന്ന ഇടവാണ് ഇത്. പക്ഷെ പരീക്ഷന് കണ്ടത് അവൻ ആരെ കണ്ടു? ഈ ചുങ്കക്കാരനെ കണ്ടു. ഈ ചുങ്കക്കാരൻ വന്നിട്ട് അവിടെ ആകെ കണ്ടത്, അവിടെ നിന്ന് പരീക്ഷനെ അവൻ കണ്ടില്ല. കാരണം അവനറിയാം ഈ പരീക്ഷ എനിക്കൊരു വിഷയമല്ല. അവൻ ആകെ കണ്ടത്, അവൻ പറയും, കർത്താവ് സ്വർഗത്തോളം നോക്കാൻ പോലും എനിക്ക് കഴിയത്തില്ല. ഇവനും ജൂ അല്ലേ? ഇവനും ജൂവാ. ഈ പരീക്ഷ എന്ന് പറയുമ്പോൾ ഒരിക്കലും അവൻ ജെൻഡയിലല്ല, അവനും ജൂവാ. ആ ജൂവിൽ നിന്ന് ആ രാജ്യ ദൗത്യത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ആൾക്കാരാ. പക്ഷെ ചൂഷണം ചെയ്യുന്നവന്മാരാ. 10% വാങ്ങിക്കാൻ പറഞ്ഞാൽ 40% വാങ്ങിക്കും. അങ്ങനെ ചൂഷണം ചെയ്യുന്ന കൂട്ടവാ. അതാണ് ഈ അവരുടെ ജൂയിഷ് കമ്മ്യൂണിറ്റി തന്നെ ഉള്ളവരാ. അവനും വരാം ആ പ്രാകാരത്തിനകത്ത്, അവനും വരാം ആ പ്രാർത്ഥനാ കൂട്ടത്തിനകത്ത്, അവനും വരാം ആ സിനഗോഗിനകത്ത്. ഒരു കുഴപ്പമില്ല, അവനും ജൂവാ, അവനെ തടക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ പരീക്ഷ അവനെ കാണുന്നത് ഭയങ്കര ദേഷ്യമാണ്. പക്ഷെ അവൻ പറഞ്ഞു, കർത്താവ് എനിക്ക് അങ്ങയുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ വക്രത ചെയ്തിട്ടുണ്ട്, ഞാൻ പിടിച്ചു പറിച്ചിട്ടുണ്ട്, ഞാൻ കവറ്റ് ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവൻ പറഞ്ഞു, എനിക്ക് കർത്താവ്, എനിക്ക് ഇടത്തോട്ടും വലത്തോട്ടും നോക്കിയിട്ട് ന്യായീകരിക്കാൻ ഒന്നുമില്ല. ഞാൻ പാപി തന്നെയാ, ഞാൻ തെറ്റുകാരൻ തന്നെയാ, എനിക്ക് ആകെ കാണാൻ പറ്റുന്നത് അങ്ങേ മാത്രമേ ഉള്ളൂ. അവൻ മാറത്തടിച്ചുകൊണ്ട് ദൈവത്തോട് അപേക്ഷിച്ചപ്പം ആലയം വിട്ട് പുറത്തു പോയപ്പോൾ സംഭവിച്ചൊരു കാര്യമുണ്ട്. അവൻ ദൈവത്തിൻ്റെ നീതി പ്രാപിച്ചിട്ട് പോയി. ഞാൻ പറഞ്ഞത്, ആലയത്തിനകത്ത് വരുന്നത്, ആലയത്തിനകത്ത് കർത്താവിൻ്റെ കൂടെ നടക്കാൻ വേണ്ടിയാണ് ഞാൻ ആലയത്തിൽ വരുന്നത്. ഈ ആലയത്തിന് ഞാൻ തിരിച്ചു പോകേണ്ടത് എൻ്റെ നീതി, സെൽഫ് റൈച്ചസ്നസിനകത്ത് തിരിച്ചു പോകാനല്ല ദൈവത്തിൻ്റെ ആലയം. ദൈവത്തിൻ്റെ നീതി പ്രാപിച്ച് തിരിച്ചു പോകേണ്ടവാ. ഇവിടെ നിന്ന് വിട്ടുപോകുമ്പം ഞാൻ പോകേണ്ടത്, ദൈവം എൻ്റെ കൂടെ വരും, ദൈവ സാന്നിധ്യം എൻ്റെ കൂടെ വരും, കർത്താവിൻ്റെ കരം എൻ്റെ കൂടെ വരും, ആത്മാവിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ വരും. അങ്ങനെ കൂടെ നടക്കുന്ന ഒരു തുടക്കം സംഭവിക്കേണ്ട ഇടമാ ദൈവത്തിൻ്റെ ആലയം. എൻ്റെ പ്രിയരെ, ഇതിനകത്ത് ആ തുടക്കം കിട്ടാത്ത ഒരാൾക്ക് ലോകത്തൊരിടത്തും ആ തുടക്കം കിട്ടത്തില്ല. ഇതൊരു തുടക്കമെന്നാണ് ഞാൻ പറയുന്നേ, ഇതൊരു തുടക്കമെന്നാണ് ഞാൻ പറയുന്നേ. ഇത് പൂർത്തീകരണം സംഭവിക്കുന്നില്ല, ഇതൊരു തുടക്കമാണ്. ഇവിടുന്ന് ഒരു തുടക്കം കിട്ടും. തുടർച്ച വേണ്ടത് നമ്മുടെ ജീവിതത്തിലൂടെയാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എനിക്ക് ആ തിരുസാന്നിധ്യവുമായിട്ട് കണക്റ്റ് ആവണം. ദൈവ സാന്നിധ്യത്തിന് ഉള്ളയിടത്ത് ദൈവസഭയ്ക്കകത്ത് കണക്റ്റ് ആകണം, ദൈവ സാന്നിധ്യവുമായിട്ട് കണക്റ്റ് ആകണം. ഇവിടെ കണക്റ്റ് ആകാൻ പറ്റുന്നില്ലെങ്കിൽ, there is no better place to connect to the presence of God. ദൈവ സാന്നിധ്യത്തോട് നിങ്ങൾക്ക് കണക്റ്റ് ആകാൻ പറ്റുന്ന ഒരു ബെറ്റർ പ്ലേസും ഇല്ല. ദൈവിക സാന്നിധ്യത്തിനകത്ത് വന്നിട്ട് നിങ്ങൾക്ക് ആ പ്രസൻസിനോട് കണക്റ്റ് ആകാൻ പറ്റുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് അതിന് കഴിയുന്ന ലോകത്തിൽ ഇനി ഒരു സ്ഥലമില്ല. അത് നിങ്ങൾ ആരാണേലും ഇല്ല. ജീസസ്, ലോകത്തിനൊക്കെ പറ്റാതാ. അവൻ നല്ല ബെസ്റ്റ് സ്ഥലത്താ. ദൈവം ഇല്ലാത്ത ബെസ്റ്റ് സ്ഥലം. പക്ഷെ അബ്രഹാമിനോട് ചോദിക്ക്, അത്ര ബെസ്റ്റ് സ്ഥലത്തൊന്നും അല്ല ഈ പോകുന്ന വഴിയിൽ, പക്ഷെ ബെസ്റ്റ് രീതിയിലാണ് ദൈവമായിട്ട് കണക്റ്റ് ആയിരിക്കുന്നത്. എൻ്റെ പ്രിയരെ, സ്ഥലം ബെസ്റ്റാണോ നല്ല വിഷയം, പ്രൊഫഷൻ ബെസ്റ്റാണോ നല്ല വിഷയം, എൻ്റെ സാഹചര്യങ്ങൾ ബെസ്റ്റാണോ നല്ല വിഷയം, എൻ്റെ ദൈവം, എൻ്റെ കർത്താവ്, ഞാൻ അനുഭവിക്കുന്ന തിരുസാന്നിധ്യം, അത് ഏറ്റവും ഉന്നതാണ്. ലോകത്തിലെ ഒന്നിൻ്റെ മുമ്പ് ഞാൻ തല താഴ്ത്തേണ്ടി വരത്തില്ല. ഈ ദൈവസാന്നിധ്യം എൻ്റെ കരം പിടിക്കും. ഇന്ന് നിങ്ങൾ പരിമിതിക്കകത്താണോ, ദൈവസാന്നിധ്യം നിങ്ങളുടെ കരം പിടിക്കും. ഇന്ന് നിങ്ങൾ ദുഃഖത്തിനകത്താണോ, ദൈവസാന്നിധ്യം നിങ്ങളുടെ കരം പിടിക്കും. ഇന്ന് നിങ്ങൾ ജീവിതത്തിൻ്റെ വരണ്ട അവസ്ഥയ്ക്കാണോ, ദൈവസാന്നിധ്യം നിങ്ങളുടെ കരം പിടിക്കും. ഇന്ന് നിങ്ങൾ വേദനയിലാണോ, തിരുസാന്നിധ്യം നിങ്ങളുടെ കരം പിടിക്കും. ഇന്ന് നിങ്ങൾക്ക് ലൈഫിനകത്ത് ഒത്തിരി ഞെരുക്കമുണ്ടോ, തിരുസാന്നിധ്യം നിങ്ങളുടെ കരം പിടിക്കും. ദൈവസാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ ആയുസിനകത്ത് നിങ്ങൾ അലഞ്ഞു പോകത്തില്ല, ഈ ആയുസിനകത്ത് നിങ്ങൾ വലഞ്ഞു പോകത്തില്ല. നിങ്ങളെ കൈപിടിച്ച് നടത്തുന്ന ഒരു ദൈവസാന്നിധ്യം.
വിശ്വസിക്കുന്ന രാത്രി പറ, കർത്താവേ അങ്ങന്റെ കരം പിടിക്കണേ, അങ്ങന്റെ കരം പിടിക്കണേ. അങ്ങില്ലാത്ത സ്ഥലം എനിക്ക് വേണ്ട, അങ്ങില്ലാത്ത സാഹചര്യം എനിക്ക് വേണ്ട, അങ്ങില്ലാത്ത ഇടം എനിക്ക് വേണ്ട. അങ്ങന്റെ കൂടെ ഇറങ്ങി വരണം. ജീസസ്. മോശയോട് ദൈവം പറഞ്ഞു, മോശേ ഞാൻ എൻ്റെ സാന്നിധ്യം നിനക്ക് തരും, എൻ്റെ സാന്നിധ്യം ഞാൻ നിനക്ക് തരും. ഇത് പറഞ്ഞാണ് മുൾപ്പടപ്പിൽ തുടങ്ങിയത്. പിന്നെ തൻ്റെ ലൈഫിൽ മുഴുവൻ തനിക്ക് മനസ്സിലായി. നിങ്ങൾ ചിന്തിച്ചേ, അവൻ്റെ ഏറ്റവും വലിയ ചോദ്യം എന്തായിരുന്നു? അവൻ്റെ വിൽക്കുന്ന നാക്ക, അവൻ്റെ നാവ. എപ്പോഴെങ്കിലും ഇതിൻ്റെ പേരിൽ അവനെ ചോദ്യം ചെയ്തിട്ടുണ്ടോ ആൾക്കാർ? ജീസസ് ഇല്ല. അവൻ്റെ വിവാഹത്തെപ്പറ്റി അവനോട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അവൻ്റെ മിരിയാം, അവൻ്റെ പെങ്ങൾ. ഈ ജനം അവനോട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്, നീ ഞങ്ങളെ കൊല്ലാനാണോ ഈ മരുഭൂമിയിൽ കൊണ്ടുവന്നേക്കുന്നേ? പക്ഷെ ഒറ്റ പ്രാവശ്യം ഒരു ലീഡറിന് എന്താ വേണ്ടേ? ഒരു ലീഡറിന് എന്താ വേണ്ടത്? നല്ല നാക്ക് വേണം ഒരു ലീഡറിന്. ലോകത്തിൻ്റെ കണ്ണിൽ നല്ല നാക്ക് വേണം ഒരു ലീഡറിന്. നല്ല നയം വേണം ഒരു ലീഡറിന്. നല്ല ഡിപ്ലോമാറ്റിക് പവർ വേണം ഒരു ലീഡറിന്. ഈ നല്ല നാവില്ലാത്തത് എല്ലാത്തിനും ബുദ്ധിമുട്ടാണ്. നല്ല നാവില്ലാത്തവരെല്ലാം നല്ല ലീഡർമാരല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒട്ടും മിണ്ടാത്തൊരു പ്രധാനമന്ത്രി നമുക്ക് ഇന്ത്യയിലുണ്ടായിരുന്നു, പക്ഷെ നല്ല ടാക്റ്റിക്കുള്ള മനുഷ്യനായിരുന്നു. ഒത്തിരി മിണ്ടുന്നൊരു പ്രധാനമന്ത്രി ഇപ്പം നമുക്കുണ്ട്, അതും നല്ലൊരു ലീഡർഷിപ്പ്. അദ്ദേഹം ഒരു പ്രസംഗം ഞാൻ ചില സമയത്ത് ഇരുന്ന് കേൾക്കും. അദ്ദേഹത്തിന് ഒരു പ്രസംഗം കഴിഞ്ഞാൽ വോട്ട് ചെയ്യാത്തവന് വോട്ട് ചെയ്യും. മറ്റു ഭാഗമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ മേരെ പ്യാരെ ദേശവാസിയും, എൻ്റെ ഹൃദയം നിങ്ങളോടൊപ്പമാണ്. ഞാൻ ഒരിക്കൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് കേട്ടെ, എൻ്റെ ഹൃദയം നിങ്ങൾക്ക് വേണ്ടി ഇടിക്കുക. ശരിക്കും ആ ഒരു മെസ്സേജ് കേൾക്കുന്ന ഒരുവൻ കുത്താൻ ആഗ്രഹമില്ലാത്തവനും കുത്തും. കാരണം അവൻ്റെ ഹൃദയത്തോടെ ഡയറക്റ്റ് ടോക്ക് ചെയ്യുക. ഒരു സാധാരണക്കാരൻ്റെ ഹൃദയത്തെ എങ്ങനെ ഉണർത്തണമെന്ന് അറിയാം. നല്ലൊരു ഒറേറ്റർ, ലീഡർഷിപ്പിൻ്റെ ആവശ്യമായ ഒരു സ്കില്ലാണ് നല്ല ഒറേറ്ററി സ്കില്ലെന്ന് പറയുന്നത്. പക്ഷേ ഒരു സെൻറ്റൻസ് പറയാൻ വിൽക്കുന്ന മോശ എന്ത് ഒറേറ്ററി സ്കില്ലാണ് ഉള്ളത്? പക്ഷെ ഒറ്റ പ്രാവശ്യം ചോദ്യം ചെയ്തിട്ടുണ്ടോ? ഒറ്റ പ്രാവശ്യം. 40 വർഷത്തിനകത്ത്. കുറച്ച് ജനമൊന്നും അല്ലല്ലോ. ഉപദേശ സംഘം പിന്നീടാണ് വന്നത്, ആദ്യമൊന്നും ഇല്ലായിരുന്നല്ലോ. ആകെപ്പാടെ ഒരു അഹനോ മാത്രമല്ലേ ഉള്ളൂ. ഇത്രയും പേരെ നയിക്കാൻ ഇവനെ കൊണ്ട് കഴിയുമോ? പിന്നെ അമ്മയ്യപ്പനെ പറഞ്ഞു കൊടുത്തത് ഐഡിയ ഇങ്ങനെയൊക്കെ വേണമെന്ന്. ഇത് പറഞ്ഞാൽ ഇതൊന്നും ഇല്ലാത്തൊരു സമയത്ത് മോശ നയിച്ചു. ഒറ്റ കാര്യമാ, നാവിൻ്റെ കരുത്തല്ല, തിരുസാന്നിധ്യ. ഞാൻ പറഞ്ഞത് ഒരിക്കലും അവൻ്റെ നാവിൻ്റെ ബലഹീനത ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല. കാരണം അവിടെ വ്യാപരിച്ച് അതിനെ കവിയുന്നൊരു തിരുസാന്നിധ്യം ഉണ്ട്. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് എന്തൊക്കെ ഇന്നബിലിറ്റി ഉണ്ടോ ഒരു വിഷയമല്ല. രാവിലെ ഞാൻ പറഞ്ഞതുപോലെ സ്വാഭാവികമായിട്ട് നമുക്കുള്ള ഇന്നബിലിറ്റി ഒരു വിഷയമല്ല. സ്വർഗത്തിലെ ദൈവം നമ്മുടെ കൂടെ നിന്നാൽ നമ്മുടെ ഇന്നബിലിറ്റി നമ്മുടെ ബ്ലെസ്സിങ് ആയി മാറും. നമ്മുടെ ഇന്നബിലിറ്റി നമ്മുടെ ബ്ലെസ്സിങ് ആയി മാറും. എവിടാണോ നമ്മുടെ ബലഹീനത, ആ ബലഹീനത നമ്മുടെ ബ്ലെസ്സിങ് ആയി മാറും. എവിടെയാണോ നമ്മൾ തകർക്കപ്പെട്ടത്, ആ തകർക്കപ്പെട്ടത് നമ്മുടെ ബ്ലെസ്സിങ് ആയി മാറും. എവിടെയാണോ നമ്മൾ ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെട്ടത്, ആ ചോദ്യം ചെയ്യപ്പെട്ട മേഖലയിൽ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന തലമായി മാറും. ഹല്ലേലൂയ. എൻ്റെ പഠനകാലത്ത് ഞാൻ ഏറ്റവും അധികം ബുദ്ധിമുട്ടിയ ഒരു സബ്ജക്റ്റ് മലയാളമാണ്. സത്യമായിട്ടും ഞാൻ 7ാം ക്ലാസ് വരെ മലയാളം പഠിച്ചിട്ടുള്ളൂ. 7ാം ക്ലാസ് കൊണ്ട് മലയാളം പഠനം ഞാൻ നിർത്തിയതാണ്. എൻ്റെ അമ്മ എനിക്ക് വേണ്ടി പഠിക്കുന്ന കാര്യത്തിൽ ഉപവസിച്ചൊരു വിഷയം ഉണ്ടെങ്കിൽ കർത്താവ് ഇവനെ എങ്ങനെയെങ്കിലും മലയാളത്തിന് ജയിക്കണമെന്നാണ്. കൃത്യം ഫോൺ നമ്പറുകളായിരുന്നു എൻ്റെ മാർക്ക് മൊത്തം. ഈ നിരന്തരം ഫോൺ നമ്പർ ആയപ്പോൾ പിന്നെ CBSEക്കകത്ത് തന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, 8ാം ക്ലാസ്സിൽ വെച്ച് എയ്തർ ഹിന്ദി ഓർ മലയാളം. ഞാൻ പറഞ്ഞു തോട മാലുമേ ഉള്ളെങ്കിലും എനിക്ക് മലയാളം വേണ്ട, എന്ത് മതി. ഇപ്പോഴും എനിക്ക് നന്നായിട്ട് എഴുതാൻ അറിയത്തില്ല. ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ മംഗ്ലീഷൊക്കെ ഉണ്ടായിരുന്നു ഞാൻ രക്ഷപ്പെട്ടു പോവാം. കാരണം അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോഴും എനിക്ക് തെളിച്ചെഴുതാൻ അറിയത്തില്ല മലയാളം. പക്ഷെ വായിക്കും, പ്രസംഗിക്കും, ഒരു കുഴപ്പമില്ല. കാലങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പം കവലയിലൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങി, കവലപ്രസംഗം തുടങ്ങി. ഞാൻ ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചത് കവലകളിലാണ്. കവലകളിൽ തന്നെയായിരുന്നു. എൻ്റെ പിതാവ് വളരെ വർഷങ്ങൾ കവലയിൽ നിന്ന് പ്രസംഗിച്ച ആളാണ്. എൻ്റെ 9ാമത്തെ വയസ്സോട്ട് എൻ്റെ പിതാവിനോടൊപ്പം കവലയിൽ നിന്ന ആളാണ് ഞാൻ. ഏറ്റവും കൂടുതൽ പ്രസംഗിച്ച കവല. ഈ കവലപ്രസംഗം കഴിഞ്ഞപ്പം പലരും എന്നോട് ചോദിക്കുന്ന കാര്യമുണ്ട്, ഈ ഒരു കാലം വരെയും ചോദിച്ചൊരു കാര്യമുണ്ട്, ഞാൻ ഡിഗ്രി എടുത്തത് മലയാളത്തിലായിരുന്നു എന്ന്. കാരണം അതുപോലെ ഇപ്പം ഞാൻ പരമാവധി എൻ്റെ ഭാഷകളെല്ലാം കർത്താവ് ഒരു കാലം കഴിഞ്ഞപ്പോൾ എന്നെ മനസ്സിലാക്കി ഇതിനകത്തും വലിയ കാര്യമില്ലെന്ന്. അതുകൊണ്ട് ഈ ഭാഷകളെല്ലാം ഞാൻ ഒരു സൈഡിൽ ഇങ്ങനെ മാറ്റി അങ്ങ് വെച്ചേക്കുക.
പണ്ട് പ്രസംഗിക്കുന്ന ഒത്തിരി തലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പലയിടത്തു നിന്നും, പല പുസ്തകത്തിനകത്തുനിന്നും പലയിടത്തു നിന്നൊക്കെ കണ്ടും കേട്ട് ഈ ഭാഷകൾ കണ്ടമാനം ചരിത്രാതീതനായി ഇവൻ ചരിത്രാതീതയിൽ നിന്ന് ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്ന് ചരിത്രപരനായി ഭവിച്ച് ചതുർമുഖ പ്രഭാവനായി ചരിത്രത്തിൻ്റെ നട്ടലായി നാഴികക്കല്ലായി ഇങ്ങനെ അങ്ങ് പോവും. ഇങ്ങനെ പറയുന്നത്. പക്ഷേ ഇതൊക്കെ കണ്ടപ്പം പലരും ചോദിച്ചു, മലയാളത്തിലാണോ? ഒന്നുമല്ല. മലയാളം ഞാൻ തോറ്റ വിഷയമാണ്. പക്ഷേ എനിക്ക് ഒരു കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു എൻകൗണ്ടർ, ദൈവിക എൻകൗണ്ടർ സംഭവിച്ച് എനിക്ക് മനസ്സിലായി എൻ്റെ ബലഹീനത എൻ്റെ ലൈഫിനകത്തെ പ്ലസ്സായി മാറി. പിന്നെ ഒരു കാലം കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, മോനെ അത് നിൻ്റെ വലിയ കഴിവാണെന്ന് നീ ചിന്തിക്കുക വേണ്ട, അതുകൊണ്ട് ഇച്ചിരി അങ്ങോട്ട് മാറ്റി വെച്ചോളാൻ പറഞ്ഞു. അപ്പം ആ ഭാഗത്തെ ഞാൻ പറഞ്ഞൊരു കാര്യം, എന്താണോ നമ്മുടെ ബലഹീനത, ഇതിനെ കവർ ചെയ്യുന്നൊരു ഒറ്റ മേഖലയുള്ളൂ, തിരുസാന്നിധ്യം. ദൈവസാന്നിധ്യം മാത്രം കവർ ചെയ്യുന്നത്, ദൈവസാന്നിധ്യം മാത്രം പൊതിയുന്നത്, ദൈവസാന്നിധ്യം മാത്രമാണ് നമ്മളെ പൊതിയുന്നത്. അങ്ങനെയെങ്കിൽ ലൈഫിനകത്തെ എന്തു ബലഹീനതയുണ്ടോ അത് ബലഹീനതയായിട്ട് നിന്നോട്ട്, അതിനെ കവിയുന്നതാണ് ദൈവസാന്നിധ്യം. മോശ പറഞ്ഞ് എൻ്റെ ബലഹീനത എന്തുവാകട്ടെ, പക്ഷേ അതിനെ കവിയുന്ന തിരുസാന്നിധ്യം എൻ്റെ മേൽ ഇറങ്ങി വന്നാൽ പിന്നെ ലോകം എൻ്റെ ബലഹീനത ചൂണ്ടിക്കാണിച്ച് എനിക്കെതിരെ നീക്കത്തില്ല, ഒരു വാക്ക് പറയാൻ ദൈവം അനുവദിക്കത്തില്ല. തിരുസാന്നിധ്യം എന്നെ മൂടിക്കോളും. എൻ്റെ പ്രിയരോ, ആയുസ് വില കൊടുക്കുവാണെങ്കിൽ ദൈവസാന്നിധ്യത്തിന് വില കൊടുക്കണം. നമ്മളറിയുന്ന കോരഹ് പുത്രന്മാർ, ശരിക്കും ഞാൻ ആലോചിക്കുകയായിരുന്നു, എന്താ ഇവരുടെ മക്കളുടെ പേരങ്ങ് പറഞ്ഞുകൂടായിരുന്നു? അവരുടെ മക്കളുടെ പേര് അതല്ലായിരുന്നു ഏറ്റവും നല്ല കാര്യം. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടില്ല, ഏതെങ്കിലുമൊക്കെ നെഗറ്റീവ് സാഹചര്യമാണെങ്കിൽ പിന്നെ അവരുടെ മക്കൾ പെതുക്കെ ആ സാഹചര്യത്തിൽ നിന്ന് എന്ത് ചെയ്യും, അങ്ങ് മാറിയിട്ട് അവരുടേതായ പേരുകളിൽ അവരെന്ത് ചെയ്യും. പിന്നെ നമ്മുടെ നാട്ടുകാരുടെ ഒരു പ്രത്യേകത, നമ്മൾ ഒരാൾക്ക് എന്തൊരു മാറ്റം വന്നാലും അവൻ്റെ പഴയ പേരിലേ വിളിക്കത്തുള്ളൂ. അത് നമ്മുടെ നാട്ടിൽ പ്രത്യേക ഒരു സൈക്കോ കൺസെപ്റ്റാണ് അത്. ഒരുവനിപ്പം പണ്ടത്തെ അവൻ്റെ ദാരിദ്ര്യത്തിൻ്റെ കാലഘട്ടത്തിനകത്ത് അവൻ ചെയ്ത പല കാര്യം കാണും, പക്ഷേ അവൻ എത്ര നന്നായി വന്നാലും ആ പേരിലേ എന്ത് ചെയ്യത്തുള്ളൂ, വിളിക്കത്തുള്ളൂ. ഒരിക്കൽ ഒരു വീടിൻ്റെ വാതുക്കെ ഒരു ആഞ്ഞിലി ഉണ്ടായിരുന്നു. അപ്പം ആ ആഞ്ഞിലി ഉണ്ടായതുകൊണ്ട് അന്ന് തൊട്ട് ഈ ആളിനെ വിളിക്കുന്നൊരു കാര്യം, ഈ ആഞ്ഞിലി വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പം ഈ ആഞ്ഞിലി ചക്ക ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇവരുടെ ഒരു കാലത്തെ കാര്യങ്ങൾ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇച്ചിരി പത്രാസൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഇതൊരു വല്ലാത്ത ബുദ്ധിമുട്ടായി തോന്നി. ഈ ആഞ്ഞിലി വേലിൽ ബുദ്ധിമുട്ടായി മാറി. ഇവർ അത് അങ്ങ് വെട്ടിക്കളഞ്ഞു. അന്നേരം ആൾക്കാർ വിളിക്കാൻ തുടങ്ങി ആഞ്ഞിലി മൂട്ടിലായി. അന്നേരം എന്ത് വിട്ടില്ല, ആഞ്ഞിലി മൂട്ടിൽ മത്തായി ആയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ആഞ്ഞിലി മൂടെന്നുള്ളത് വല്ലാതൊരു ബുദ്ധിമുട്ടായപ്പം അത് കുഴിച്ചെടുത്ത് എന്ത് ചെയ്തു, അങ്ങ് കളഞ്ഞു. അന്നേരം പറഞ്ഞ ആഞ്ഞിലി കുഴിയിൽ മത്തായി. എന്നാലും ആഞ്ഞിലി എന്ത് ചെയ്യത്തില്ല. നമ്മുടെ ഇടയിൽ മാത്രമുള്ളൊരു കാര്യമാണ്. നിങ്ങൾ നോക്കിക്കോ, ഒരു മനുഷ്യൻ അവൻ്റെ പഴയകാലത്തെ തകർച്ച മാറി ദൈവം അവനെ ഉപയോഗിക്കുന്ന ഒരു ഘട്ടമെത്തിയാലും പഴയ കാര്യം പറയത്തുള്ളൂ. നിങ്ങൾക്കറിയാമോ, ഇന്നാൾ ഈ സംഭവിച്ച എൻ്റെ പുള്ളി അവരെ ദൈവം ഉപയോഗിച്ച് എത്ര മാന്യമായിട്ട് ദൈവം അവനെ നിർത്തിയിരിക്കുക. എന്നാലും അത് പറയത്തില്ല, പണ്ടത്തെ അവൻ്റെ പരാജയം എടുത്തു പറയും. എൻ്റെ പ്രിയരെ, ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഈ കോരഹിൻ്റെ പേര് മാറ്റിയിട്ട് ഈ പിള്ളേരുടെ പേരിൽ അങ്ങ് പറഞ്ഞുകൂടെ? കർത്താവ് വെച്ച അതൊരു അടയാളമാണ്. അപ്പൻ ദൈവസാന്നിധ്യത്തിന് വിരോധമായി നിന്നപ്പോഴും മക്കൾ പറഞ്ഞു, ഞങ്ങൾക്ക് ദൈവസാന്നിധ്യം മതി. എന്തേ നിങ്ങൾക്ക് ആ തരംഗത്തിനൊപ്പം നിന്നൂടായിരുന്നോ? കോരഹ്, ദാദാൻ, അബീരാം എന്ന് പറഞ്ഞ നിങ്ങളുടെ അപ്പന്മാരല്ലേ, അവരുടെ കൂടെ നിന്നൂടായിരുന്നു. അവർ പറഞ്ഞ അപ്പനാണേലും ദൈവസാന്നിധ്യത്തിന് വിരോധമായി നിന്നാൽ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ നിൽക്കത്തില്ല. അപ്പനാണെങ്കിലും ദൈവസാന്നിധ്യത്തിന് വിരോധമായി ഒരുവൻ നിന്നാൽ ഞാൻ അവരുടെ കൂടെ നിൽക്കത്തില്ല. അടയാളപ്പെടുത്തിയ ഒരു കാര്യം, അവരെല്ലാം നോക്കി നിൽക്കുമ്പോൾ തന്നെ ഭൂമി പിളർന്ന് വായ്പിളർന്ന് ഇവർ വിഴുങ്ങിപ്പോയി. പക്ഷേ എനിക്ക് അതിനേക്കാളും ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഈ കാലത്തിന് ശേഷം ഈ മക്കൾ എഴുതിയ സങ്കീർത്തനം നിങ്ങളൊന്ന് വായിക്കുക. ഈ സങ്കീർത്തനം ഏറ്റവും കൂടുതൽ പറയുന്നത് പ്രസൻസ് ഓഫ് ഗോഡിനെ പറ്റിയാണ്. നോക്കിക്കോ, 84-ാം സങ്കീർത്തനം, കോരഹപുത്രന്മാരുടെ സങ്കീർത്തനമാണ്. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം, എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. കുരികളൊരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ, നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. എന്തിനെ പറ്റി പറയുന്നത്? തിരുസാന്നിധ്യത്തെ പറ്റിയ. അപ്പൻ മാറിയപ്പോഴും മക്കൾ പറഞ്ഞു, ഞങ്ങൾ തിരുസാന്നിധ്യത്തിനൊപ്പം നിൽക്കുമെന്ന്. ഈ കാലം എങ്ങനെ ചലിച്ചാലും നമ്മുടെ ഒരൊറ്റ തീരുമാനമുണ്ട്, ഭർത്താവല്ല എനിക്ക് വിഷയം, ഭാര്യയല്ല എനിക്ക് വിഷയം, മക്കളല്ല എനിക്ക് വിഷയം, എനിക്ക് വിഷയം തിരുസാന്നിധ്യമാണ്. ആരെൻ്റെ കൂടെ ഉണ്ടോ, ആരെൻ്റെ കൂടെ ഇല്ലയോ, അവരുടെ അനീതിക്കല്ല ഞാൻ ചലിക്കുന്നത് തിരുസാന്നിധ്യത്തിനൊപ്പമാണ്. ഈ ചങ്കൂറ്റം കാണിക്കുന്ന ചിലരുടെ മേലെ കാലത്തിനകത്ത് ദൈവത്തിന്റെ കടാക്ഷം ഇറങ്ങി വന്നിട്ടുള്ളത്. അപ്പൻ മറുതലിച്ച ചരിത്രത്തിനകത്ത് കോരഹിന്റെ മക്കളുടെ മേൽ ദൈവത്തിന്റെ പ്രസാദം ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി നമ്മെ അടയാളപ്പെടുത്തുന്നത് ദൈവ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു കാലമുണ്ടെങ്കിൽ ലോകത്തിന് നടുവിൽ നിങ്ങളെ ദൈവം അടയാളപ്പെടുത്തും.
എത്ര പേർക്ക് വായി തുറന്ന് വിശ്വസിച്ച് ആ ദൈവ സാന്നിധ്യത്തിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്? കർത്താവേ, മറ്റൊന്നുമില്ലെങ്കിൽ തിരു സാന്നിധ്യം എൻ്റെ കൂടെ വരണം. ജീസസ്. ഈ ദൈവ സാന്നിധ്യത്തിന് കൊടുക്കുന്ന വേല ദൈവം അടയാളപ്പെടുത്തും കേട്ടോ. ദൈവ സാന്നിധ്യത്തിന് കൊടുക്കുന്ന വേല ദൈവം അടയാളപ്പെടുത്തും. നമ്മൾ ഈ എത്രത്തോളം ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്നുള്ളത് ദൈവം അടയാളപ്പെടുത്തും. ഇതൊരു വിതയാ. ദൈവ സാന്നിധ്യത്തിലുള്ള എൻ്റെ കൊതി ഒരു വിതയാ. ഈ വിത ഞാൻ കൊയ്യും. ഞാൻ കൊയ്തില്ല, എൻ്റെ തലമുറ കൊയ്യും എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇന്ന് ദൈവ സാന്നിധ്യത്തോടൊരു കൊതി ഉണ്ടെങ്കിൽ നിങ്ങളൊരു വിതയ്ക്കുക. ഈ വിത നിങ്ങൾ കൊയ്യും, നിങ്ങളുടെ തലമുറ കൊയ്യും. നിങ്ങൾക്ക് എത്രത്തോളം ഇതിനകത്ത് ആഗ്രഹമുണ്ടോ അതാണ് നിങ്ങളുടെ തലമുറകൾ. രാവിലെ ഞാൻ പറഞ്ഞത് ആവർത്തിക്കുക, ഇമ്പാർട്ട് ചെയ്യപ്പെടുമേ. ഈ കൊതിയുണ്ടേ, ഈ ദൈവ സാന്നിധ്യത്തെ കൊതിക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട്. അവിടെയാണ് ദൈവ സാന്നിധ്യത്തിൻ്റെ കൊതി മറ്റുള്ളവരിലേക്ക് വരുന്നത്. ദൈവസഭകൾക്കൊക്കെ ഈ ദൈവ സാന്നിധ്യത്തിൻ്റെ കൊതി അങ്ങ് ഉയരണോന്നേ. ദൈവ സാന്നിധ്യത്തെ എല്ലാം മറന്ന് കൊതിക്കുന്ന ഒരു കൂട്ടം ദൈവസഭയ്ക്കകത്ത് വേണം. ദൈവ സാന്നിധ്യത്തിന് എല്ലാം മറന്ന് ദൈവ സാന്നിധ്യത്തിന് നന്ദി പറയുന്നവർ ദൈവസഭയ്ക്കകത്ത് വേണം. എല്ലാം മറന്ന് ദൈവ സാന്നിധ്യത്തിന് നന്ദി പറയുന്നവർ സഭയ്ക്കകത്ത് വേണം. അവർ സമയം നോക്കാതെ, അവർ സാഹചര്യം നോക്കാതെ, അവർ പ്രിസ്റ്റേജ് നോക്കാതെ ദൈവ സാന്നിധ്യത്തെ അങ്ങ് കൊതിച്ചിട്ട് കർത്താവിൻ്റെ മുമ്പാകെ മുട്ടുമടക്കുന്ന ഒരുപറ്റം ആൾക്കാരെ ദൈവസഭയ്ക്കകത്ത് വേണം. ഞാൻ ഒരിടത്ത് ചെന്നപ്പോൾ ഒരു പിതാവിനെ കണ്ടു. ഒരു 10-75 വയസ്സുണ്ട്. ശരിക്കും ആ പ്രസംഗിച്ച കൂട്ടത്തിൽ അവിടെ ഭയങ്കര ദൈവസാന്നിധ്യം വെളിപ്പെട്ടു. ഭയങ്കര ദൈവസാന്നിധ്യം. ഈ മനുഷ്യൻ ആ കസേരയിൽ നിറങ്ങി മുട്ടുമടക്കി നിലത്തിരുന്ന് കരയുന്നൊരു കാഴ്ച ഞാൻ കണ്ടു. ശരിക്കും ഞാൻ ഒന്നും അല്ലാതായിപ്പോയി അവിടെ. കാരണം ആ 75 വയസ്സുള്ള പിതാവ് ദൈവസാന്നിധ്യത്തിന് കൊടുക്കുന്ന വില ഭയങ്കരമായിരുന്നു. ദൈവസാന്നിധ്യത്തിന് കൊടുക്കുന്ന വില. ഈ കരയുന്ന അദ്ദേഹം ഒരു ടെസ്റ്റിമണി ഞായറാഴ്ച പറയണ്ട, ഒരു സാക്ഷ്യവും പറയണ്ട, ദൈവം എനിക്ക് നല്ലവനാന്ന് പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം ആ ദൈവസാന്നിധ്യം വെളിപ്പെടുത്തിയപ്പോൾ തൻ്റെ ഗസ്റ്ററിലൂടെ വെളിപ്പെടുത്തി, അല്ലെങ്കിൽ ആ ദൈവസാന്നിധ്യത്തിലൂടെ റൈലി കണക്റ്റ് ആകുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് പാഞ്ഞൊഴുകിയ കണ്ണുനീരുകൾ മറ്റുള്ളവർ കണ്ടപ്പോൾ മനസ്സിലായി അത്രത്തോളം വില കൊടുക്കുന്നുണ്ട് ദൈവസാന്നിധ്യത്തിന്. ദൈവസാന്നിധ്യം ഇറങ്ങുന്നിടത്ത് നമ്മെ ദൈവം നോക്കുന്നുണ്ട്. ദൈവസാന്നിധ്യം ഉള്ളിടത്ത് നമ്മുടെ ഗസ്റ്റർ ദൈവം നോക്കുന്നുണ്ട്. നമ്മുടെ മനോഭാവത്തെ ദൈവം നോക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയ വിചാരത്തെ ദൈവം നോക്കുന്നുണ്ട്. ജീസസ്. ദൈവസാന്നിധ്യം ഇറങ്ങുന്ന വിഷയമേ. ദൈവസാന്നിധ്യം ഇറങ്ങുന്ന വിഷയം. ദൈവസാന്നിധ്യത്തിന് വില കൊടുക്കുന്ന വിഷയം. ജീസസ്. ഈ മോശയെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഈ മനുഷ്യൻ ദൈവസാന്നിധ്യത്തിന് ഭയങ്കര വില കൊടുത്തു. ഞാൻ പറഞ്ഞില്ലേ, ഓരോ കാര്യം ആ ഭാഗത്തും ഞാൻ അതിൻ്റെ ആ ഒരു ചെറിയൊരു പാർട്ട് മാത്രമേ തുടങ്ങിയുള്ളൂ. ഇനിയിപ്പോൾ ഇതിന് ശേഷം ശരിക്കും മോശ ആ കൂടാരം മാറ്റിയെടുക്കുന്ന ഒരു രംഗമൊക്കെ ഉണ്ട്. ഈ അന്ന് സമാഗമന കൂടാരമൊന്നുമില്ല, പക്ഷെ മോശയുടെ കൂടാരത്തിനകത്താണ് ദൈവപ്രസൻസ് ഇറങ്ങി വരുന്നത്. പക്ഷേ ഈ ജനം പാപം ചെയ്തപ്പോൾ മോശ ചെയ്തൊരു കാര്യമുണ്ട്. ആ കൂടാരം അങ്ങ് പറിച്ചു, പാളയത്തിൻ്റെ വെളി കൊണ്ടുപോയി. നിങ്ങൾ 33 പിടിച്ചെന്ന് വായിച്ചാൽ മതി. പാളയത്തിൻ്റെ വളരെ ദൂരം ജനത്തിന് കാണാൻ പറ്റും. ആ ദൂരത്ത് കൊണ്ട് എന്തടിച്ചു? ഈ കൂടാരം അടിച്ചു. കാരണം മരുഭൂമിയാണ്, നല്ല വിസിബിലിറ്റി ഉണ്ട്. പക്ഷെ ദൂരെ കൊണ്ടുപോയി എന്തടിക്കുക? ഈ കൂടാരം അടിക്കുക. എന്തിനാ അടിച്ചേ? സാധാരണ ജനത്തിൻ്റെ നടുവിലാണ് കൂടാരമുള്ളേ. പക്ഷെ പാപം ചെയ്ത ജനത്തിൻ്റെ നടുവിൽ ഇറങ്ങി വരാൻ അവിടെ ദൈവം താല്പര്യപ്പെടുന്നില്ല. മോശ എടുത്തു കൊണ്ടുപോയി ദൂരെ. പക്ഷെ മോശയ്ക്ക് വേണ്ടി ഇറങ്ങി വരാൻ സ്വർഗം താല്പര്യപ്പെടുന്നുണ്ട്. ജനത്തിനു വേണ്ടി ഇറങ്ങാൻ ദൈവം താല്പര്യപ്പെടുന്നില്ല, മോശയ്ക്ക് വേണ്ടി ഇറങ്ങാൻ ദൈവം താല്പര്യപ്പെടുന്നുണ്ട്. മോശ അവിടെ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. എനിക്ക് വേണ്ടി മാത്രം ഒരു സ്വാർത്ഥത തോന്നിയല്ല അവിടെ കൊണ്ടുപോയത്. മോശ അവിടെ പോയതായിരുന്നു ഈ ജനത്തിൻ്റെ നിലനിൽപ്പ്. അന്ന് അവൻ അതിനൊരു വില കൊടുത്തില്ലെങ്കിൽ അന്ന് തീർന്നേനെ ഈ ചരിത്രം മൊത്തം. പക്ഷെ അവൻ അവിടെ കൊണ്ടുപോയി, ദൂരെ കൊണ്ടുപോയിട്ട് ഇറങ്ങി വന്നു. ഈ ജനം മുഴുവൻ നോക്കി നിൽക്കുമ്പോൾ കണ്ടൊരു കാര്യം, മോശയുടെ കൂടാരത്തിന് മുമ്പിൽ, ടെൻ്റ് ഓഫ് മീറ്റിങ്ങിന് മുമ്പിൽ ദൈവത്തിൻ്റെ മേഘം ഇറങ്ങി വരിക. എന്ന് പറഞ്ഞാൽ അവൻ്റെ വീട് മുഴുവൻ എന്ത് മൂടി നിൽക്കുക? ഈ ഗ്ലോറി മൂടി നിൽക്കുക. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ ആ പറഞ്ഞ തലങ്ങളിലേക്കൊന്ന് ഇറങ്ങി ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? തൊട്ട് പുറകെ നടന്നത് എന്താ? കാളക്കുട്ടിയെ ആരാധിക്കുക. അപ്പോൾ ഒരുത്തം വില കൊടുത്ത് അവൻ്റെ കൂടാരത്തിനകത്ത് ലിറ്ററലി മേഘം ഇറങ്ങി നിൽക്കുക. ജനം മുഴുവൻ അവിടെ വണങ്ങിയെന്നാണ് കാണുന്നത്. അന്നേരം അവിടെ എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ വായിച്ചത്, ഒരു സ്നേഹിതനോട് അഭിമുഖമായി സംഭാഷിക്കുന്നത് പോലെ ദൈവം അവനോട് സംഭാഷിച്ചു. ഇതല്ലേ ദൈവസാന്നിധ്യത്തിൻ്റെ തലം?
മോശയെ അത് അനുഭവിച്ചവൻ പറയുന്ന അവൻ അതില്ലാതൊരു ലൈഫ് പറ്റത്തില്ല. അഭിമുഖമായി ദൈവം അവനോട് സംസാരിച്ചു. ദൈവം അവനെ ഡയറക്റ്റ്ലി എൻകൗണ്ടർ ചെയ്യുക. ദൈവ സാന്നിധ്യം അവനെ എൻകൗണ്ടർ ചെയ്യുക. ദൈവ സാന്നിധ്യം അവന് വേണ്ടി ഇറങ്ങി വരിക. അഭിമുഖമായി ദൈവം അവനോട് സംഭാഷിക്കുന്ന ഒരു രംഗം. അവൻ ദൈവത്തിൻ്റെ പ്രോമിസ് അങ്ങ് ഓർപ്പിച്ചു. ദൈവമേ, ഈ ജനം നിന്റെ ജനമാ, നീയാണ് ഇവരെ പുറത്തു കൊണ്ടുവന്നത്. അപ്പം ദൈവം ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് മോശ ഈ വാഗ്ദത്തങ്ങളെ ദൈവം മുമ്പാകെ ഓർപ്പിച്ചു. ചിലപ്പോഴൊക്കെ ദൈവം തന്ന വാഗ്ദത്തങ്ങളെ ഓർപ്പിക്കുമ്പം നമ്മൾ ദൈവത്തിൻ്റെ സ്വഭാവത്തെ ഓർപ്പിക്കുന്നത്. മോശ അതാ ചെയ്തത്. കാരണം മോശക്കറിയാം ദൈവത്തിന് ഒരിക്കലും മാറ്റാൻ കഴിയാത്തൊരു കാര്യമാണ് എന്ത്. കാരണം ഇതിനു മുമ്പേ ദൈവം പറഞ്ഞതുകൊണ്ട് മോശക്കറിയാം ദൈവം ഒരിക്കലും തൻ്റെ സ്വഭാവം. അതുകൊണ്ട് തന്നെ പറഞ്ഞത്, ഈ ജനത്തെ പുറത്തു കൊണ്ടുവന്നത് ആരാ ദൈവമേ? നീയാ പുറത്ത് കൊണ്ടുവന്നേ. അതുകൊണ്ട് തന്നെ അങ്ങയുടെ വാക്ക് ഞാൻ ഒന്നും കൂടെ ഓർപ്പിച്ച് എന്ത് ചെയ്യുക, അങ്ങ് പ്രാർത്ഥിക്കുക. ഇത് കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ വരും. ഞാൻ സമയമില്ലാത്തോടെ വായിക്കാത്ത, ഞാൻ നിനക്ക് സ്വസ്ഥത വരുത്തും. നമ്മളാണെ ഭയങ്കര സന്തോഷമായി അല്ലേ? ഞാൻ ആഗ്രഹിച്ചത് തന്നെ എന്ത് ചെയ്തു? എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ വരും, ഞാൻ നിനക്കെന്ത് വരുത്തും. മോശ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല, പുള്ളി വിടാൻ താല്പര്യമില്ല. നിങ്ങൾ അടുത്ത ഭാഗത്ത് നോക്കിയാൽ മതി. ദൈവമേ, ഈ ജനത്തിൻ്റെ അടയാളം എന്താ? അങ്ങ് കൂടെ വരുന്നതാണ് ഈ ജനത്തിൻ്റെ അടയാളം. ജാതികളിൽ നിന്ന് ഞങ്ങളെ വ്യത്യസ്തമാക്കുന്നത് എന്താ? ഞങ്ങൾക്കുള്ള ഒരു കാര്യമല്ല, അങ്ങ് ഈ ജനത്തിൻ്റെ കൂടെ വരുന്നതാ. അങ്ങ് ഈ ജനത്തിന് വരുത്തുന്ന സ്വസ്ഥതയാ എന്ന് പറഞ്ഞാൽ, ഇത് എന്നോട് കൂടെ വന്നാൽ പോരാ, എൻ്റെ ജനത്തിൻ്റെ കൂടെ വരണം. ഈ തിരുസാന്നിധ്യത്തെ ഒരുവൻ കൊതിച്ചാലുള്ള ഗുണം ഞാൻ പറയാം. അവനിലേക്ക് അത് നിർത്തത്തില്ല. അവൻ്റെ ആ പരിസരം മുഴുവൻ അത് വേണമെന്ന് അവൻ ആഗ്രഹിക്കും. ആ സാന്നിധ്യത്തെ അവനിലായിട്ട് തന്നെ അവൻ നിർത്തത്തില്ല. അവൻ്റെ കുടുംബത്തിൽ അത് വ്യാപരിക്കണമെന്ന് അവൻ പ്രാർത്ഥിക്കും. അവൻ്റെ സഭയിൽ അത് വ്യാപരിക്കണമെന്ന് അവൻ പ്രാർത്ഥിക്കും. അവൻ്റെ ദേശത്തിൽ അത് വ്യാപരിക്കണമെന്ന് അവൻ പ്രാർത്ഥിക്കും. എന്നിൽ മാത്രം നിൽക്കുന്ന ഒരു തലമല്ല, എൻ്റെ കുടുംബത്തിനകത്തേക്ക് അത് വ്യാപരിക്കണം. എൻ്റെ തലമുറയുടെ മേലിലേക്ക് അത് വ്യാപരിക്കണം. എൻ്റെ സഭയിലേക്ക് അത് വ്യാപരിക്കണം. എൻ്റെ ദേശത്തിലേക്ക് അത് വ്യാപരിക്കണം. തിരുസാന്നിധ്യം അത് പടരണം. ദൈവം ഇത് പറഞ്ഞപ്പോൾ മോശ പറഞ്ഞൊരു കാര്യമുണ്ട്. തിരുസാന്നിധ്യം ഞങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ, തിരുസാന്നിധ്യം എൻ്റെ കൂടെ വരുന്നില്ലെങ്കിൽ, അടുത്തൊരു പദം നിങ്ങൾ വായിച്ചോ, ഞങ്ങളെ അല്ലേ, എന്നെ അയക്കരുതെന്നാണോ മോശ പറഞ്ഞ? കർത്താവേ, പോവുകയാണേ ഞാനും ഈ ജനം കൂടെ പോകത്തുള്ളൂ. പോകുവാണേ അങ്ങേ കൊണ്ടേ ഞാൻ പോകത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു കോംപ്രമൈസിനും ആ മനുഷ്യൻ തയ്യാറല്ല. കർത്താവെ, പോകുവാണെങ്കിൽ ഞാനും ഈ ജനവും, പോകുവാണെങ്കിൽ ഞാനും അങ്ങും, നമ്മൾ ഒന്നിച്ചേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞാൽ, ഒറ്റയ്ക്ക് പോകാൻ എനിക്ക് പറ്റില്ല, ഒറ്റയ്ക്ക് പോകാൻ ഞാൻ തയ്യാറല്ല. അങ്ങയുടെ സാന്നിധ്യം എൻ്റെ കൂടെ വരണം. അങ്ങയുടെ സാന്നിധ്യം എൻ്റെ കൂടെ വരണം. അങ്ങയുടെ സാന്നിധ്യം എനിക്ക് വേണ്ടി ചലിക്കണം. അങ്ങയുടെ സാന്നിധ്യം എനിക്ക് തുണ നിൽക്കണം. അവിടെ ദൈവം അവനോട് പറഞ്ഞു, എൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ പോരും. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനൊരു മനുഷ്യൻ അവിടെ നിന്നില്ലായിരുന്നെങ്കിൽ അന്ന് തീർന്നേനെ എല്ലാ ഹിസ്റ്ററിയും. പക്ഷേ ആ ചരിത്രത്തെ മാറ്റിമറിച്ചൊരു ദൈവ സാന്നിധ്യത്തെ കൊതിച്ച ഒരുവനായിരുന്നു ഒരു കുടുംബത്തിൻ്റെ വിടുതൽ. ദൈവ സാന്നിധ്യത്തെ കൊതിച്ച് ഒരുവനായിരുന്നു ഒരു ദേശത്തിൻ്റെ വിടുതൽ. ദൈവ സാന്നിധ്യത്തെ കൊതിച്ച് ഒരുവനായിരുന്നു ഒരു സഭയുടെ വിടുതൽ. ഒന്ന് പ്രാർത്ഥിച്ചോ, കർത്താവേ, ഞാൻ ഒരുത്തൻ എന്നിലേക്ക് നിൽക്കരുത്, എൻ്റെ സഭയുടെ വിടുതൽ ഞാനാകട്ടെ, എൻ്റെ കുടുംബത്തിൻ്റെ വിടുതൽ ഞാനാകട്ടെ, എൻ്റെ ദേശത്തിൻ്റെ വിടുതൽ എന്നിലൂടെയാകട്ടെ. തിരുസാന്നിധ്യം എനിക്ക് വേണ്ടി ചാലിക്കണേ, തിരുസാന്നിധ്യം എനിക്ക് വേണ്ടി ചാലിക്കണേ. നിങ്ങളുടെ അകത്ത് കൊതിയുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രി നിങ്ങൾ ആ ദൈവ സാന്നിധ്യത്തോട് റൈറ്റ്ലി കണക്ട് ചെയ്യും. ദൈവ സാന്നിധ്യവുമായിട്ട് നിങ്ങൾ റൈറ്റ്ലി കണക്ട് ആകും. അതിനെ വേണ്ടത്തവരെ നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ആ ദൈവ സാന്നിധ്യത്തോട് കണക്ട് ആയിട്ട് വരാ. മറ്റൊന്നുമില്ലെങ്കിലും തിരുസാന്നിധ്യം എൻ്റെ കരം പിടിക്കണം. എൻ്റെ ദൈവം ചോയ്സ് കൊടുക്കുന്ന ദൈവം കേട്ടോ. എൻ്റെ ദൈവം ചോയ്സ് കൊടുക്കുന്ന ദൈവം. വേണോ വേണ്ടായോ? ദൈവം ആരെ നിർബന്ധിക്കുമോ? ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് ദൈവം പറയുമോ? നിനക്ക് വേണ്ടയോ? ദൈവം ഒന്നും പറയത്തില്ല. പക്ഷെ നമുക്ക് കൊതിയുണ്ടേ, നമ്മൾ അടുത്ത തലം കാണും. നമുക്ക് കൊതിയുണ്ട്. മോശ അവിടെ കൊണ്ട് നിർത്തിയോ? ഒരു സ്നേഹിതനെ പോലെ അഭിമുഖമായി. മേഘം കൂടാരത്തിനകത്ത് ഇറങ്ങി വന്നു. ഒരു സ്നേഹിതൻ സംസാരിക്കുന്ന പോലെ സംസാരിച്ചു. ഇതെല്ലാം പറഞ്ഞ് ദൈവം പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെ വരും, നിങ്ങളെ ഞാൻ പുറപ്പെടുവിക്കും. എന്നിട്ട് നിർത്തിയോ? മോശ പറഞ്ഞു, ഇല്ല കർത്താവ്, എനിക്ക് നിൻ്റെ മുഖം കാണണം. ഇത്രയും പോരെ മോശ? മടുത്തില്ലേ? നമ്മൾ പറയും, ഇത്രയും ആയില്ലേ മനുഷ്യ, ഇത്രയൊക്കെ കണ്ട പോരെ? നോ, മടുത്തിട്ടില്ല ഞാൻ. പർവ്വതത്തിൽ ആ സാന്നിധ്യം കണ്ടു, കൂടാരത്തിൽ ആ സാന്നിധ്യം കണ്ടു, ദൈവമേഘം ഇറങ്ങി വരുന്നത് കണ്ടു, സ്നേഹിതനെ പോലെ അഭിമുഖമായി സംസാരിക്കുന്നത് കണ്ടു.
ഇപ്പോഴും അടുത്തിട്ടില്ല. എനിക്ക് മോശ ഇപ്പോഴും പറയുന്നു, ഐ വാണ്ട് ടു സീ യു ലോർഡ്, ഐ വാണ്ട് ടു സീ യുവർ ഗ്ലോറി. എനിക്ക് അങ്ങയുടെ മഹത്വം തിരിച്ചറിയണം. അടുത്തൊരു തലം അവൻ ആഗ്രഹിക്കുക. എനിക്ക് അടുത്ത തലത്തിൽ എനിക്ക് അങ്ങേ അറിയണം. അടുത്ത തലത്തിൽ എനിക്ക് ദൈവ സാന്നിധ്യത്തെ അറിയണം. അടുത്ത തലത്തിൽ എനിക്ക് ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കണം. അവനൊരു കോംപ്രമൈസിന് തയ്യാറല്ല. അവൻ പറഞ്ഞു, എനിക്ക് അങ്ങേ അനുഭവിക്കണം. അകത്തി കൊതിയുണ്ടോ? അകത്തി കൊതിയുണ്ടോ? ആത്മജീവിതം നയിച്ചിട്ട് അകത്തി കൊതിയുണ്ടോ? എനിക്ക് എൻ്റെ കർത്താവിനെ കൂടുതൽ അറിയാൻ കൊതിയുണ്ടോ? ഇനി പഴയ നിയമം പറഞ്ഞങ്ങ് നിർത്തുകയല്ല, പറയാം. പുതിയ നിയമത്തിൻ്റെ കൺസെപ്റ്റ് പറയാം. പൗലോസ് ഒരായുസ് മുഴുവൻ കർത്താവിൻ്റെ വേല ചെയ്ത മനുഷ്യൻ, ഒത്തിരി സഭകൾ സ്ഥാപിച്ച മനുഷ്യൻ, ഒത്തിരി ആത്മാക്കളെ നേടിയ മനുഷ്യൻ, രോഗികൾ സൗഖ്യമായിട്ടുണ്ട്, ഭൂതങ്ങൾ അലറി ഓടിയിട്ടുണ്ട്, ദൈവസഭകൾ ശക്തിപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവസാനം കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോഴും പൗലോസിനോട് ചോദിക്കുക, വാട്ട് മോർ യു വാണ്ട്? നിനക്ക് എന്താ കൂടുതൽ വേണ്ടത്? പൗലോസ് പറഞ്ഞു, എനിക്ക് വേണ്ടതോ ഞാൻ പറയാം, ഐ വാണ്ട് ടു നോ ഹിം. I want to know the power of his resurrection. I want to know the fellowship of his suffering. എനിക്ക് അവനെ അറിയണം. എനിക്ക് അവിടുത്തെ പുനരുത്ഥാനത്തിന്റെ ശക്തി അറിയണം. എനിക്ക് അവിടുത്തെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അറിയണം. ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഒരു പുനരുത്ഥാനം പ്രാപിക്കണം. എന്താ ഇന്ന് രാത്രി വേണ്ടത്? ആ പുനരുത്ഥാനത്തിന്റെ ശക്തിയോട് കണക്ട് ആവ്, ആ ദൈവ സാന്നിധ്യത്തോട് കണക്ട് ആവ്, ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തോട് കണക്ട് ആവ്. ഇന്ന് രാത്രി ഈ സാന്നിധ്യം ഇവിടെ വെളിപ്പെടുക ജനത്തിന്മേൽ. ഇന്ന് രാത്രി ആ പുനരുത്ഥാനത്തിന്റെ ശക്തി, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ആ പുനരുത്ഥാനത്തിന്റെ ശക്തി. ഇന്ന് രാത്രി ആത്മാവ് നിങ്ങളെ ഇളക്കി മറിക്കുന്ന രാത്രിയാകട്ടെ. ആത്മാവ് നിങ്ങളെ ഇളക്കി മറിക്കുന്ന രാത്രിയാകട്ടെ. നിങ്ങളുടെ ചരിത്രത്തിനകത്ത് ചില ദൈവ സാന്നിധ്യത്തിന്റെ പുത്തൻ മേഖലകൾ തുറക്കുന്ന ആത്മാവിൽ പ്രാർത്ഥിച്ചു, ആത്മാവിൽ പ്രാർത്ഥിച്ചു. ഇന്ന് പകൽ ദൈവ സാന്നിധ്യം ചലിക്കുക, ദൈവ സാന്നിധ്യം ചലിക്കുക. ഇതുവരെ ഇല്ലാത്ത ചില ആത്മീക എൻകൗണ്ടറിലേക്ക് ഇന്ന് രാത്രി നിങ്ങളെ ദൈവം ആത്മാവ് കണക്ട് ചെയ്യുക. ആത്മാവ് ഇന്ന് രാത്രി ഇവിടെ ഫ്ലോ ചെയ്യുക. ദൈവ സാന്നിധ്യം ഇതിനകത്ത് ഒഴുകുക. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ ആളവറ്റ വലിപ്പ്, ദൈവശക്തിയുടെ ആളവറ്റ വലിപ്പ് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ ഒരുമിച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ചു. ആ ആളവറ്റ ശക്തി ഞങ്ങളിലേക്ക്. നഷ്ടപ്പെട്ടു പോയ ചിലത്, നഷ്ടപ്പെട്ടു പോയ ചിലത്, തകർന്നു പോയ ചിലത്, ആത്മീയ ജീവിതത്തിൽ വീണുപോയ ചിലത് തിരിച്ചു പിടിക്കുന്ന രാത്രിയാകട്ടെ. ചിലത് തിരിച്ചു പിടിക്കുന്ന രാത്രിയാകട്ടെ. ചിലത് മടക്കി വിളിക്കുന്ന നഷ്ടപ്പെട്ടു പോയ ചിലതിനെ ആത്മാവിൽ തിരിച്ചു പിടിക്കുന്ന രാത്രിയാ ഇന്ന് രാത്രി മാറട്ടെ. നഷ്ടപ്പെട്ടു പോയ ദൈവിക ബന്ധത്തെ തിരിച്ചു പിടിക്കുന്ന രാത്രിയാകട്ടെ. പരിശുദ്ധാത്മാവായിട്ടുള്ള ബന്ധം തിരിച്ചു പിടിക്കുന്ന രാത്രി ചിലതിനെ തിരിച്ചു പിടിക്കണേ. ഇന്ന് രാത്രി ആത്മാവ് ചിലതിനെ തിരിച്ചു പിടിക്കണേ. നഷ്ടപ്പെട്ടു പോയതിനെ ചിലതിനെ ആത്മാവ് തിരിച്ചു വിളിക്കുന്ന ചലിക്കട്ടെ. ദൈവാത്മാവ് ഇന്ന് രാത്രി ചലിക്കുക. ദൈവാത്മാവ് ഇന്ന് രാത്രി ചലിക്കുക. അന്തരാത്മാവിൽ ഒരു ആത്മാവിന്റെ പുത്തൻ റിവൈവൽ. ചില മടുപ്പുകൾ മാറുന്ന രാത്രിയാകട്ടെ. ചില ക്ഷീണങ്ങൾ മാറുന്ന രാത്രിയാകട്ടെ. ചില നിരാശകൾ മാറുന്ന രാത്രിയാകട്ടെ. ദൈവ സാന്നിധ്യം നിങ്ങളെ എൻകൗണ്ടർ ചെയ്യുന്ന രാത്രിയാകട്ടെ. അസാധാരണമായ ആത്മമണ്ഡലം വെളിപ്പെടട്ടെ. അസാധാരണമായ ആത്മമണ്ഡലം വെളിപ്പെടട്ടെ. അസാധാരണമായ ആത്മമണ്ഡലം വെളിപ്പെടട്ടെ. ദൈവകരം ഇറങ്ങി ചാലിക്കട്ടെ, ചാലിക്കട്ടെ, ചാലിക്കട്ടെ. അടുത്ത തലമുറയുടെ മേലെല്ലാം ആ ദൈവ സാന്നിധ്യം അവരെ എക്സ്പീരിയൻസ് ചെയ്യട്ടെ. ദൈവ സാന്നിധ്യം അവരെ എക്സ്പീരിയൻസ് ചെയ്യട്ടെ. അസാധാരണമായ ഒരു ആത്മാവിന്റെ മൂവ്, അസാധാരണമായ ഒരു പരിശുദ്ധാത്മാവിന്റെ മൂവ് ഈ രാത്രി ജനത്തിന് വ്യാപരിക്കട്ടെ. വരണ്ടുപോയ മേഖലകൾക്കകത്ത് ആത്മാവിന്റെ നദി ഒഴുകട്ടെ. വരണ്ടുപോയ മേഖലകൾക്കകത്ത് ആത്മാവിന്റെ നദി ഒഴുകട്ടെ.
Yes, 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 yes. Raila dhala dhara dhaha thala jhara thara spira. Arbala dhana tiandara shadal prabalaya satanadia. ഇത് നിങ്ങൾക്ക് വേണ്ടി ദൈവ സാന്നിധ്യം നിങ്ങളെ ഒന്നും കൂടെ റിവൈവ് ചെയ്യുന്ന രാത്രിയാ. ദൈവ സാന്നിധ്യം നിങ്ങളെ റീഫ്രഷ് ചെയ്യുന്ന രാത്രിയാ. ദൈവ സാന്നിധ്യം നിങ്ങളെ റിന്യൂ ചെയ്യുന്ന രാത്രിയാ. ലബദന ഹടഗദന ഹമന ഹടഗ ശ്മല ധര പ്രബന്ധന അടഗ ധന ജന ധന ധനാദിയ ലബൽ പ്രബന്ധന ശസിയ. അസാധാരണമായ ഒരു ദൈവമഹത്വം ഇറങ്ങി നിൽക്കുന്ന ഈ നിമിഷം ആത്മാവിൽ ചിലതൊക്കെ സ്പർശിക്കപ്പെടട്ടെ. ആത്മാവ് ചിലതൊക്കെ സ്പർശിക്കപ്പെടട്ടെ. ആത്മാവ് ചില മേഖലകൾ സ്പർശിക്കപ്പെടട്ടെ. ദൈവകൃപയുടെ അത്ഭുത ഇടപെടലുകൾ ജീവിതത്തിനെ സംഭവിക്കട്ടെ. ദൈവകൃപയുടെ ഇടപെടലുകൾ ജീവിതത്തിനെ സംഭവിക്കട്ടെ. ഓ ഹർബല ജന പ്രബന്ധനാദിയ അടഗദന റബലദന ഹടഗ സ്മലാദിയ റേദേരേരേഗസ്യ ഹർബല ധന ധന ദിയാരബ ഹർബല ധന പ്രബന്ധനേരിയ അടഗജല റബലദന ഹടഗദന ഹടമർ സ്മലാദിയ. ഈ തലമുറകളുടെ മേലെല്ലാം ആ ദൈവ സാന്നിധ്യം ഒരു ആത്മാവിൽ കണക്ട് ആകട്ടെ. റൈല ധാല ധാല ധാര റബല ഹടഗദ റമന ഹംദൽ ശരഥലാദിയ ഹർഗന റബൽ ശ്മല ധന റിയാന്തരാദിയ ലഗദ റിബന ഹംദൽ പ്രബാരിയാദര രഗദന ഹസ്മര ധാന രഗല ഹടഗ സ്മരാദിയ. ദൈവ സാന്നിധ്യത്തിന്റെ പകർച്ച, ദൈവ സാന്നിധ്യത്തിന്റെ പകർച്ച, ആ പുനരുത്ഥാനത്തിന്റെ ശക്തിയുടെ നിറവ. ലാദല ഹംദല ജനധര ഹർബല ധര പ്രബാരിയ ആർഗാനിയ സ്മല ധന പ്രബന്ധര ശരധല പ്രബാദിയ. അടുത്തൊരു തലത്തിൽ എനിക്ക് അങ്ങേ അനുഭവിക്കണം. അടുത്തൊരു തലത്തിൽ എനിക്ക് അങ്ങേ അനുഭവിക്കണം. മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പാ. അടുത്തൊരു തലത്തിൽ എനിക്ക് അങ്ങേ അനുഭവിക്കണം. അടുത്തൊരു തലത്തിൽ എനിക്ക് അങ്ങേ അനുഭവിക്കണം. അടുത്തൊരു തലത്തിൽ എനിക്ക് അങ്ങേ ആസ്വദിക്കണം. രാംശദന ആർബദനി ആന്തല രഗത് പ്രഭാര ആസ്മദന രഗന ധന ധന ധല കദസ്മരധന ആർധനിയാഞ്ചന 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 രാബദന ഹർധല ജന രാധല ജന രാധല ജന രാഷ്മദന ജന രാംശദന ജന രാംശദന ജന സലാദിയ രായിലദന.
ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിച്ചേ കർത്താവേ. ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോവാ. കർത്താവേ, ജീവിതത്തിൻ്റെ ഏതൊക്കെയോ മേഖലകളിൽ ദൈവസ്ഥാനത്ത് ഞാൻ കോംപ്രമൈസ് ചെയ്തു പോയി. എനിക്കതിൻ്റെ ഫുൾനെസ്സിൽ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. ഒരു പടിയും കൂടെ ആ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ ഇന്ന് രാത്രി ഞാൻ കൊതിക്കുക. നിങ്ങളുടെ അകത്തൊരു കൊതിയുണ്ടേ, ഇവിടെ തൊട്ട് സ്വർഗ്ഗം നിങ്ങളുടെ കൈ പിടിച്ചു തുടങ്ങും. ഞാൻ ദൈവസഭയെ നോക്കി, ഈ ജനത്തെ നോക്കി ആത്മാവിലൊരു ദൈവിക ദൂത് കൈമാറുക. ദൈവസാന്നിധ്യത്തിൻ്റെ ഒരു കൊതി നിങ്ങളുടെ അകത്ത് വർദ്ധിക്കട്ടെ. ദൈവസാന്നിധ്യത്തെ ഈ എക്സ്പീരിയൻസിനൊരു കൊതി നിങ്ങളുടെ അകത്ത് വർദ്ധിക്കട്ടെ. ഈ കൊതി നിങ്ങളുടെ അകത്ത് വന്നാൽ ഈ തിരുസാന്നിധ്യം നിങ്ങൾ പോകുന്ന വഴിക്കല്ല നിങ്ങളുടെ കൈപിടിക്കും കേട്ടോ, കൈപിടിക്കും. ആ ദൈവസാന്നിധ്യത്തിന് വേണ്ടി ഒരു പടിയും കൂടെ ഞാൻ ഇന്ന് രാത്രി എന്നെ സമർപ്പിക്കുന്നു. ഈ രാത്രി അങ്ങയുടെ കരം എന്നെ വെക്ക്. എൻ്റെ മേൽ ആ ദൈവകരം ഇറങ്ങി വരട്ടെ. ആത്മാവിനെ ഒന്നുകൂടെ എംപവർ ചെയ്യട്ടെ. അങ്ങനെ നിങ്ങൾ കൊതിക്കുന്നെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചോ. അക്കരങ്ങളൊന്ന് സ്വർഗ്ഗത്തേക്ക് ഉയർത്തിപ്പിടിച്ച് നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്നേ. അങ്ങനെ കൊതിയുള്ളവർ മാത്രം പ്രാർത്ഥിക്കാൻ പോകട്ടോ. ദൈവാത്മാവ് എനിക്ക് തരുന്ന നിയോഗത്താൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പോവാ. സ്വർഗ്ഗത്തിൻ്റെ കരം നിങ്ങളുടെ മേൽ വീഴും. റൈൽ ഖദനയാസ്മനാദിയ. ആ ദൈവ സാന്നിധ്യത്തിന് ഞാൻ ഒരു പടിയും കൂടെ വില കൊടുക്കുന്നു. അതിനായി ഞാൻ എന്നെ സമർപ്പിക്കുന്നു. അങ്ങനെ ആഗ്രഹമുള്ളവർ നിങ്ങളുടെ കരം ഉയർത്തിപ്പിടിച്ചോ. ദൈവ സാന്നിധ്യത്തിന് മുമ്പിൽ എഴുന്നേറ്റ് നിന്നോ. സ്വർഗ്ഗം ഈ രാത്രി നിങ്ങളെ തൊടുക. തിരുസാന്നിധ്യം നിങ്ങളുടെ കൂടെ ഇറങ്ങി വരും കേട്ടോ. ദൈവസാന്നിധ്യം നിങ്ങളുടെ കൂടെ ഇറങ്ങി വരും. നിങ്ങൾ പോകുന്ന വഴിയിലൊക്കെ നിങ്ങൾ ഇതുപോലല്ല. നാളെ നിങ്ങൾ പറയുന്ന വാക്ക് അടയാളപ്പെടുന്നൊരു തിരുസാന്നിധ്യത്തിൻ്റെ വാക്കാ. നാളത്തെ നിങ്ങളുടെ ഇടപെടൽ ദൈവസാന്നിധ്യം അടയാളപ്പെടുത്തുന്ന ഇടപെടലാ. അതിനകത്ത് വ്യത്യാസമുണ്ട് കേട്ടോ, വ്യത്യാസമുണ്ട്. ദൈവമഹത്വം ഒരു മേഖലയിൽ ഇറങ്ങി വന്നാൽ അതിന് വ്യത്യാസമുണ്ട്. ദൈവമഹത്വം ഒരുവൻ്റെ ജീവിതത്തിൽ ഇറങ്ങി വന്ന വ്യത്യാസമുണ്ട്. അവൻ്റെ വാക്കു മാറും, അവൻ്റെ ചിന്ത മാറും, അവൻ ആള് മാറിയതുപോലെയായി മാറും. ദൈവ സാന്നിധ്യം നിങ്ങളുടെ മേൽ ഇറങ്ങി വന്നാൽ നിങ്ങൾ ആള് മാറിയതുപോലെ ഇന്ന് രാത്രി അങ്ങനെ എന്നെ ഒന്ന് പ്രയോജനപ്പെടുത്തണേ. ആ തിരു സാന്നിധ്യം എൻ്റെ കൂടെ വരണേന്ന് അകത്ത് കൊതിക്കുന്നെങ്കിൽ പ്രാർത്ഥിച്ചോ. ഇന്ന് രാത്രി അങ്ങനൊരു ദൈവിക എൻകൗണ്ടറിൻ്റെ രാത്രിയാ. ഇതങ്ങനൊരു ദൈവിക എൻകൗണ്ടറിൻ്റെ രാത്രിയാ. ഇതൊരു സാധാരണ രാത്രിയായി തീർക്കരുത്. ഇതൊരു വെറും പ്രാർത്ഥനയായി തീർക്കരുത്. അടുത്ത നിലയിൽ പരിശുദ്ധാത്മാവിനെ ഒന്ന് എൻകൗണ്ടർ ചെയ്യുന്ന, ദൈവ സാന്നിധ്യം എൻ്റെ കൂടെ ഇറങ്ങി വരുന്ന, ആത്മാവിനെ നിയോഗിക്കുന്ന, ആത്മാവിനെ അഭിഷേകം ചെയ്യുന്ന റബല രഗന റബധന റബൽ പ്രബന്ധനാദിയ ലാധര രഗസിയ. ഇതൊരു എൻകൗണ്ടറിന്റെ നൈറ്റ് ആകട്ടെ. ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ഇന്ന് രാത്രി ഒരാത്മാവിന്റെ എൻകൗണ്ടർ നമ്മുടെ മേൽ വെളിപ്പെടുന്ന കരം രണ്ട് സ്വർഗത്തേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചേ. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവാ. വായി തുറന്ന് ആ സാന്നിധ്യത്തെ ഒന്ന് അക്നോളജ് ചെയ്ത് ആ നാമത്തെ ഒന്ന് വിളിച്ചോ. യേശുവിൻ്റെ നാമത്തെ ഒന്ന് വിളിച്ചോ. വായി തുറന്ന് യേശുവെ എന്ന് വിളിച്ചോ. ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ ആ ദൈവകാരം തൊടും കേട്ടോ. നിങ്ങളുടെ മേൽ തിരുസാന്നിധ്യം ഇറങ്ങി വന്നാൽ അത് ഡീൽ ചെയ്യാൻ കഴിയാത്ത ഒരു മേഖലയില്ല കേട്ടോ. നിങ്ങൾ ഇന്ന് സാധ്യത കൽപ്പിച്ചിരിക്കുന്നത് പലതും ഇന്ന് രാത്രി സാന്നിധ്യം ഡീൽ ചെയ്യാൻ പോവാ. ലോകം പറഞ്ഞ സാധ്യതകളുണ്ട്. ഇന്നതിനപ്പുറത്തോട്ട് പോകത്തില്ല, ഇന്നതിനപ്പുറത്തോട്ട് ചലിക്കത്തില്ല, ആ വിഷയം ഇതിനപ്പുറത്തോട്ട് മൂവ് ചെയ്യത്തില്ല. പക്ഷെ ആത്മാവിൽ ഞാൻ പ്രവചിക്കുകയാണ്, അതിനപ്പുറത്തോട്ട് കാര്യങ്ങൾ ചലിക്കും, അതിനപ്പുറത്തോട്ട് കാര്യം ചലിക്കും. അത് നിങ്ങളുടെ പറയുന്ന സാധ്യതയ്ക്കകത്തല്ല, സാന്നിധ്യത്തിനകത്ത് ചലിക്കുമെന്നാണ് പറയുന്നത്. സാന്നിധ്യത്തിനകത്ത് ചലിക്കും. ഞങ്ങളുടെ കർത്താവേ, ഈ ജനം അങ്ങയുടെ മുമ്പാകെ കരമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആത്മനിയോഗത്താൽ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവകരം അവർക്ക് വേണ്ടി ഇറങ്ങി ചലിക്കട്ടെ. ചില സാധ്യത കൽപ്പിച്ച മേഖലകൾക്കകത്ത് സാന്നിധ്യം ഇറങ്ങി വരട്ടെ. സാധ്യതയ്ക്കപ്പുറത്ത് സാന്നിധ്യം ഇറങ്ങി വരട്ടെ. എല്ലാറ്റിനേക്കാളും ഉപരിയായി ഞങ്ങളുടെ സാന്നിധ്യത്തിന് വില കൊടുക്കാൻ ഇതിനകത്ത് സമർപ്പിച്ച ഈ ജനത്തിന് വേണ്ടി ദൈവം കടാക്ഷിക്കണമേ. ആണിപ്പാടുള്ള അപ്പൻ്റെ കരം അവരുടെ ലൈഫിൽ ഇറങ്ങി വരട്ടെ. തിരു സാന്നിധ്യം അവരെ എൻകൗണ്ടർ ചെയ്യട്ടെ. ദൈവമഹത്വം അവരുടെ ലൈഫിനെ അടയാളപ്പെടുത്തട്ടെ. അങ്ങയുടെ നിയോഗത്താൽ ഞാൻ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. അവരനുഗ്രഹിക്കപ്പെടട്ടെ. അവർക്ക് വേണ്ടി തുറക്കപ്പെട്ട എല്ലാ ദൈവിക പദ്ധതികൾക്കും നന്ദി. അവരിവിടുന്ന് ഇറങ്ങി പുറത്തു പോകുമ്പം തിരു സാന്നിധ്യം അവരുടെ കൂടെ പോകണം. ഈ രാത്രിയിൽ ആത്മാവ് അവരെ മിനിസ്റ്റർ ചെയ്യണം. ദൈവ സാന്നിധ്യം അവരെ ഉറക്കത്തിൽ പോലും മിനിസ്റ്റർ ചെയ്യണം. ചിലതിന് ഇന്ന് രാത്രി അങ്ങനെ ദൈവം എൻകൗണ്ടർ ചെയ്ത് തൊടുന്നതിന് സ്തോത്രം.
ആത്മാവിലുള്ള അങ്ങനത്തെ ഇടപെടലിന് വേണ്ടി ഇന്ന് രാത്രി ജനത്തെ ആത്മാവിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ബൈ വിഷൻ ദൈവാത്മാവരോട് എൻകൗണ്ടർ ചെയ്യട്ടെ. ഒത്തിരി ആത്മാവിന്റെ ശബ്ദം ഒരു കേൾക്കട്ടെ. ബ്ലസ് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഉയരമോ ആഴമോ വേർപിരിക്കാനാവുമോ? നിൻ സാന്നിധ്യം വിട്ടു എങ്ങോട്ടു പോയിടുമേ? ഉയരമോ ആഴമോ വേർപിരിക്കാനാവുമോ? മൃത്യുവിനാലെ പോലും അണയാത്ത ജ്വാലയാകും നിൻ സ്നേഹവീഞ്ഞിനാലെ എന്നെ നീ സ്വന്തമാക്കി. നിൻ സാന്നിധ്യം വിട്ട് എങ്ങോട്ടു പോയിടുമേ? ഉയരമോ ആഴമോ വേർപിരിപ്പാനാകുമോ? നിൻ സാന്നിധ്യം വിട്ട് എങ്ങോട്ടു പോയിടുമേ? ഉയരമോ ആഴമോ വേർപിരിപ്പാനാകുമോ? മൃത്യുവിനാലെ പോലും മൃത്യുവിനാലെ പോലും അണയാത്ത ജ്വാലയാകും നിൻ സ്നേഹവീഞ്ഞിനാലെ എന്നെ നീ സ്വന്തമാക്കി. ഞാൻ നടക്കും പാതയിൽ നീ മാത്രമെൻ്റെ താതൻ. പിന്മാറ്റവേളയിൽ നീ തന്നെ എൻ പിതാവ്. ഞാൻ നടക്കും പാതയിൽ നീ മാത്രമെൻ്റെ താതൻ. പിന്മാറ്റവേളയിൽ നീ തന്നെ എൻ പിതാവ്. എന്നെ നീ സ്വന്തമാക്കി. ഞാൻ ഏറ്റവും ഓടിയപ്പോൾ